Hi dears, welcome to Edream BCom online class. Today we are discussing BCOC 133 Business Law and its Block 3 Unit 9 Contract of Indemnity and Guarantee. ബ്ലോക്ക് 3-ല് സ്പെസിഫിക് കോൺട്രാക്ട്സിനെ കുറിച്ചാണ് പഠിക്കുന്നത്. ഇതുവരെ നമ്മൾ ജനറൽ ലോ ഓഫ് കോൺട്രാക്റ്റും കോൺട്രാക്ട് ആക്ടിന്റെ ഫീച്ചേഴ്സും വാലിഡ് കോൺട്രാക്ടിന്റെ എസെൻഷ്യൽസും അതിന്റെ ഡീറ്റെയിൽസും ഒക്കെയാണ് പഠിച്ചിരുന്നത്. ഇനി ചില സ്പെഷ്യൽ കോൺട്രാക്റ്റുകളെ കുറിച്ചാണ് നമ്മൾ ഈ ബ്ലോക്ക് 3-ൽ നോക്കുന്നത്. അപ്പൊ യൂണിറ്റ് 9-ൽ വരുന്നത് കോൺട്രാക്ട് ഓഫ് ഇൻഡെംനിറ്റി ആൻഡ് കോൺട്രാക്ട് ഓഫ് ഗ്യാരണ്ടി. ഇൻഡെംനിറ്റി അതിലെ ഫസ്റ്റ് കോൺട്രാക്ട് ഓഫ് ഇൻഡെംനിറ്റി ആണ് സെക്ഷൻ 124, അതായത് 124-ലാണ് കോൺട്രാക്ട് ഓഫ് ഇൻഡെംനിറ്റിയെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത്. ഇൻഡെംനിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വേർഡ് മീനിങ് ആയിട്ട് നമുക്ക് പറയുകയാണെങ്കിൽ മേക്ക് ഗുഡ് ദ ലോസ് എന്നാണ്. നമ്മൾക്ക് സംഭവിക്കാൻ സാധ്യതയുള്ള ഒരു നഷ്ടം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം വേറൊരാൾ പരിഹരിച്ചു തരികയാണെങ്കിൽ അതാണ് ഈ കോൺട്രാക്ട് ഓഫ് ഇൻഡെംനിറ്റിയിൽ വരുന്നത്. അപ്പൊ സെക്ഷൻ 124-ല് ഇൻഡെംനിറ്റി എന്താണ് എന്നുള്ളത് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. അക്കോർഡിംഗ് ടു ദാറ്റ് സെക്ഷൻ, എ കോൺട്രാക്ട് ബൈ വിച്ച് one party promises to save the other from loss caused to him by the conduct of the promiser himself or by the conduct of any other person is called a contract of indemnity. അപ്പോൾ ഈ കോൺട്രാക്ട് ഓഫ് ഇൻഡെംനിറ്റി എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഏതൊരു കോൺട്രാക്റ്റും എൻ്റർ ചെയ്യണമെങ്കിൽ മിനിമം 2 പാർട്ടീസ് വേണം. അപ്പോൾ ഇവിടെയും 2 വ്യക്തികൾക്കിടയിലുള്ള ഒരു കോൺട്രാക്റ്റ് ആണ് കോൺട്രാക്ട് ഓഫ് ഇൻഡെംനിറ്റി എന്ന് പറയുന്നത്. ആ കോൺട്രാക്റ്റിന്റെ പ്രത്യേകത, അതിൽ എൻ്റർ ചെയ്യുന്ന ഒരു വ്യക്തി രണ്ടാമത്തെ വ്യക്തിയോട് പറയുകയാണ്, നിങ്ങൾക്ക് ഒന്നുകിൽ ഈ പ്രോമിസ് നൽകുന്ന ആളുടെ പ്രവൃത്തി മൂലം അതല്ലെങ്കിൽ വേറെ ആരുടെയെങ്കിലും പ്രവൃത്തി മൂലം എന്തെങ്കിലും തരത്തിലുള്ള നഷ്ടം സംഭവിക്കുകയാണെങ്കിൽ ആ നഷ്ടം ഞാൻ നികത്തി തരാം എന്ന് പറഞ്ഞ് ഒരു പ്രോമിസ് കൊടുക്കുന്നു. ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എയും ബിയും 2 വ്യക്തികൾ, എ ബിക്ക് ഒരു ഉറപ്പ് കൊടുക്കുകയാണ്, ഒരു പ്രോമിസ് കൊടുക്കുകയാണ്. ഏതെങ്കിലും ഒരു പ്രത്യേക കാരണം പറഞ്ഞിട്ടുണ്ടായിരിക്കും. ഒന്നുകിൽ എയുടെ പ്രവൃത്തി കൊണ്ട് അല്ലെങ്കിൽ തേർഡ് പാർട്ടീസിന്റെ വേറെ ആരുടെയെങ്കിലും പ്രവൃത്തി കൊണ്ടായിരിക്കാം ഒരു പെർട്ടിക്കുലർ സിറ്റുവേഷനിൽ ബിക്ക് എന്തെങ്കിലും നഷ്ടം സംഭവിക്കുകയാണെങ്കിൽ ആ നഷ്ടം ഞാൻ നികത്തി തരാം എന്ന് പറഞ്ഞ് എ ഒരു പ്രോമിസ് നൽകുന്നു. അപ്പൊ ആരാണോ ഈ നഷ്ടം നികത്തി തരാം എന്ന് പറഞ്ഞുകൊണ്ടുള്ള പ്രോമിസ് നൽകുന്നത്, ആ വാഗ്ദാനം കൊടുക്കുന്നത്, ആ വ്യക്തിയെ നമ്മൾ പറയുന്ന പേരാണ് ഇൻഡെംനിഫയർ. ഹു മേക്സ് ദ അഷ്വറൻസ്. ഈ നഷ്ടം നികത്തി തരാം എന്ന് പറഞ്ഞു ഉറപ്പ് നൽകുന്ന വ്യക്തിയാണ് ഇൻഡെംനിഫയർ. ആൻഡ് ദ പേഴ്സൺ ടു ഹിം സച്ച് പ്രോമിസ് ഈസ് ഗിവൺ. ആർക്കാണോ നമ്മൾ ഈ വാഗ്ദാനം നൽകിയിട്ടുള്ളത്, അതായത് ആ വാഗ്ദാനം കിട്ടുന്ന വ്യക്തിയാണ് ഇൻഡെംനിറ്റി ഹോൾഡർ അല്ലെങ്കിൽ ഇൻഡെംനിഫൈഡ്. അപ്പൊ നമ്മളുടെ എക്സാമ്പിളിലെ കേസിൽ എ ഇൻഡെംനിഫയറും ബി ഇൻഡെംനിഫൈഡുമാണ്. അപ്പൊ ആ എഗ്രിമെന്റിൽ പറഞ്ഞിട്ടുള്ള കാരണം കൊണ്ട് എന്തെങ്കിലും തരത്തിലുള്ള നഷ്ടം ബിക്ക് സംഭവിക്കുകയാണെങ്കിൽ ആ നഷ്ടം എ നികത്തി കൊടുക്കും. അപ്പൊ ഇങ്ങനെ ഒരു ഇൻഡെംനിറ്റി കോൺട്രാക്റ്റിൽ നമ്മൾ എന്തിനുള്ള പ്രോമിസ് നൽകുന്നത്? ടു സേവ് 1 person ഫ്രം എ ലോസ്. ആ രണ്ടാമത്തെ വ്യക്തിക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടാകുന്ന സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ അദ്ദേഹത്തിന് ആ ട്രാൻസാക്ഷൻ കൊണ്ടുണ്ടാകുന്ന നഷ്ടം നികത്തി കൊടുക്കാം എന്ന് പറഞ്ഞ് നൽകുന്ന വാഗ്ദാനമാണ് കോൺട്രാക്ട് ഓഫ് ഇൻഡെംനിറ്റി. ഇറ്റ് മേ ബി എക്സ്പ്രസ് ഓർ ഇംപ്ലൈഡ്. ഒന്നുകിൽ നമ്മൾ ഡയറക്റ്റ് ആയ വേർഡ്സിലൂടെ പറയുന്നതായിരിക്കാം, അല്ലെങ്കിൽ കൃത്യമായ ടേംസ് ആൻഡ് കണ്ടീഷൻസ് വെച്ച് എഴുതി തയ്യാറാക്കിയതായിരിക്കാം. അങ്ങനെയുള്ള ഇൻഡെംനിറ്റി ആണെങ്കിൽ നമ്മൾ അതിനെ എക്സ്പ്രസ് കോൺട്രാക്ട് ഓഫ് ഇൻഡെംനിറ്റി എന്ന് പറയുന്നത്. ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ലൈഫ് ഇൻഷുറൻസ് ഒഴികെയുള്ള ബാക്കി എല്ലാ ഇൻഷുറൻസ് കോൺട്രാക്റ്റുകളെയും നമ്മൾക്ക് കോൺട്രാക്ട് ഓഫ് ഇൻഡെംനിറ്റി ആണ് എന്ന് പറയാം. അവിടെയൊക്കെ വ്യക്തമായ രേഖകൾ ഉണ്ടായിരിക്കും. അങ്ങനെ കൃത്യമായ വാക്കുകളിൽ സ്പെസിഫിക് ആയി നമ്മൾ ആ പ്രോമിസ് നൽകുന്നുണ്ടെങ്കിൽ അതാണ് എക്സ്പ്രസ് ഇൻഡെംനിറ്റി കോൺട്രാക്ട്. എന്നാൽ ഇംപ്ലൈഡ് ഇൻഡെംനിറ്റി കോൺട്രാക്ട് എന്ന് പറയുമ്പോൾ അവിടെ എന്തുണ്ടായിരിക്കില്ല? കൃത്യമായ വാക്കുകളിൽ എഴുതുകയോ പറയുകയോ ഒന്നും ചെയ്തിട്ടുണ്ടാവില്ല. പക്ഷെ വി ക്യാൻ റിയലൈസ് ദ കോൺട്രാക്ട് ഓർ വി ക്യാൻ എക്സ്പ്രസ് ദ കോൺട്രാക്ട് ത്രൂ ദ കണ്ടക്ട് ഓഫ് ദ പാർട്ടീസ്. നമ്മൾ അവിടെ എഴുതി കൃത്യമായി അവർക്ക് അവതരിപ്പിച്ചു കൊടുക്കുന്നില്ല, പക്ഷെ അത് നമ്മൾ എന്തിലൂടെയാണ് പ്രകടമാക്കുന്നത്?
അതിൽ എൻ്റർ ചെയ്തിട്ടുള്ള വ്യക്തികളുടെ പെരുമാറ്റത്തിലൂടെയാണ് നമ്മൾ ആ കോൺട്രാക്ട് ഓഫ് ഇൻഡെംനിറ്റി അവിടെ റെപ്രസെന്റ് ചെയ്യുന്നത്. ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ലേലം വിളിക്കുന്ന ആളുകളുണ്ട്. ഏതെങ്കിലും ഒരു വ്യക്തിക്ക് വേണ്ടി വേറൊരു വ്യക്തിയാണ് ഈ ലേലം വിളിക്കുന്നത് നടത്തുന്നുണ്ടാവുക. ഇപ്പൊ എ എന്ന് പറയുന്ന ഒരാളുടെ പ്രോപ്പർട്ടി ബി എന്ന് പറയുന്ന ഒരു ലേലം വിളിക്കാരിൽ നിന്ന് ലേലം വിളിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് വിചാരിക്കാം. അപ്പൊ എ ബിയോട് പറഞ്ഞിട്ടുണ്ടായിരിക്കും, ഓപ്ഷനിയറോട് പറഞ്ഞിട്ടുണ്ടായിരിക്കും, ഈ പ്രോപ്പർട്ടി എന്റെയാണ്, ഇത് മാക്സിമം ഇത്ര രൂപ വരെ വരുന്നത് വരെ നിങ്ങൾ ലേലം വിളിച്ചോളൂ എന്ന് പറഞ്ഞിട്ടുണ്ടാവും. അപ്പൊ എയുടെ വാക്കുകൾ വിശ്വസിച്ചുകൊണ്ട് ഈ ലേലം വിളിക്കുന്ന ആൾ എന്ത് ചെയ്തു? ഈ പ്രോഡക്റ്റ് ലേലം വിളിച്ചു. ആരാണോ ഏറ്റവും കൂടുതൽ ഉയർന്ന പൈസയ്ക്ക് അത് ബിഡ് ചെയ്യുന്നത്, വിലപേശി എടുക്കുന്നത്, ആ വ്യക്തിക്ക് ആ അസറ്റ് വിൽക്കുകയും ചെയ്തു. അപ്പൊ വിൽക്കുന്നത് ഓപ്ഷനിയർ ആണ്. വേറൊരാളുടെ പ്രോപ്പർട്ടി ആണെങ്കിൽ കൂടി ഓപ്ഷനിയർ ആണ് വിൽറ്റ് പൈസ വാങ്ങിച്ചത്. എന്നാൽ പിന്നീട് എല്ലാ ഫാക്ട്സ് നോക്കി വരുമ്പോൾ ഈ പ്രോപ്പർട്ടി എയുടേതല്ല, ഇയാളെ പറഞ്ഞു പറ്റിച്ചതാണ്. അത് ഒറിജിനലി സി എന്ന് പറയുന്ന വ്യക്തിയുടെ ആണെന്ന് വിചാരിക്കാം. സിക്ക് ഈ ഓപ്ഷനിയർക്കെതിരെ കേസ് കൊടുക്കാം, തന്റെ വസ്തു വിറ്റു പൈസയാക്കി എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഓപ്ഷനിയർ എന്ത് ചെയ്യണം? അദ്ദേഹത്തിന്റെ പൈസ, ആ യഥാർത്ഥ ഉടമസ്ഥന്റെ പൈസ ഓപ്ഷനിയർ കൊടുക്കണം. പിന്നീട് ഓപ്ഷനിയർക്ക് അയാൾക്കുണ്ടായ നഷ്ടം ആ എയിൽ നിന്ന്, ആരാണോ പറഞ്ഞു പറ്റിച്ചത് അദ്ദേഹത്തിൽ നിന്ന് വാങ്ങിച്ചെടുക്കാം. അപ്പൊ അങ്ങനെയുള്ള ഇൻഡെംനിറ്റി കോൺട്രാക്റ്റുകൾ ഇംപ്ലൈഡ് ആയിട്ടും വരാറുണ്ട്. അതായത് അവിടെ അങ്ങനെ ഒരു സർക്കംസ്റ്റാൻസിൽ ആക്ട് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ എന്തെങ്കിലും തെറ്റുകൾ സംഭവിക്കുകയാണെങ്കിൽ നമ്മൾക്ക് ആ നഷ്ടം പരിഹരിച്ചു കൊടുക്കാനുള്ള ഒരു ബാധ്യതയുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കിയെടുക്കണം. നിങ്ങളുടെ ടെക്സ്റ്റിൽ പറയുന്നുണ്ട് ഇതേപോലെ ഓപ്ഷനിയർ നടത്തിയ സെയിൽസും അതുപോലെ തന്നെ അതില് എന്തെങ്കിലും തരത്തില് ഉടമസ്ഥാവകാശം തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ പൈസ കോമ്പൻസേഷനായി നൽകേണ്ടി വരും. അതേപോലെ തന്നെ ഇൻഡെംനിറ്റി എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു ഒരു സ്പെഷ്യൽ ടൈപ്പ് ഓഫ് കോൺട്രാക്റ്റ് ആണ്. അപ്പൊ അതില് നോർമലി എല്ലാ എസെൻഷ്യൽസ് ഓഫ് കോൺട്രാക്റ്റും വേണം. കാരണം വാലിഡ് ആയിട്ടുള്ള ഒരു കോൺട്രാക്റ്റ് ആണ് കോൺട്രാക്ട് ഓഫ് ഇൻഡെംനിറ്റി. പക്ഷെ ഏതെങ്കിലും ഒരു തരത്തിലുള്ള എസെൻഷ്യൽ ഫാക്ടർ നമ്മളുടെ ഏതെങ്കിലും കോൺട്രാക്ട് ഓഫ് ഇൻഡെംനിറ്റിയിലെ ഏതെങ്കിലും ഒരു ഫീച്ചർ മിസ്സിംഗ് ആണെങ്കിൽ, നമ്മൾ സെക്ഷൻ 10 10 എസെൻഷ്യൽസ് പഠിക്കുന്നുണ്ട്. അപ്പൊ ഏതെങ്കിലും ഒന്ന് മിസ്സിംഗ് ആണെങ്കിൽ നമ്മൾക്ക് ആ കോൺട്രാക്റ്റിന് വാലിഡിറ്റി കിട്ടില്ല. അപ്പൊ നമ്മുടെ ഒരു പാർട്ടി മൈനറായി വരികയോ അല്ലെങ്കിൽ ഒബ്ജക്റ്റ് ഓഫ് അല്ലെങ്കിൽ കൺസിഡറേഷൻ ഒക്കെ അൺലോഫുൾ ആയി വരികയോ അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുള്ള കോൺട്രാക്ട് ഓഫ് ഇൻഡെംനിറ്റി ആണെങ്കിൽ അത് ഒരിക്കലും കോടതിക്ക് മുന്നിൽ വില ലഭിക്കുന്നതായിരിക്കില്ല. ഇനി ഈ കോൺട്രാക്ട് ഓഫ് ഇൻഡെംനിറ്റിയിൽ നമ്മൾ പറഞ്ഞു രണ്ട് വ്യക്തികളുണ്ട്, ഇൻഡെംനിഫയറും ഉണ്ട്, ഇൻഡെംനിറ്റി ഹോൾഡർ അല്ലെങ്കിൽ ഇൻഡെംനിഫൈഡും ഉണ്ട്. അപ്പൊ എന്തൊക്കെയാണ് ഇവർക്കുള്ള അവകാശങ്ങൾ? ഇപ്പൊ ഇൻഡെംനിറ്റി ഹോൾഡർക്കും അതുപോലെ തന്നെ ഇൻഡെംനിറ്റി പ്രൊവൈഡ് ചെയ്യുന്ന വ്യക്തിക്കും പല രീതിയിലുള്ള അവകാശങ്ങളുണ്ട്. ഇൻഡെംനിറ്റി ഹോൾഡർക്കുള്ള അവകാശങ്ങളെ കുറിച്ച് സെക്ഷൻ 125 പറഞ്ഞിട്ടുള്ളത്. 125 സെക്ഷനിൽ 124 ഡെഫിനിഷൻ, 125 റൈറ്റ്സ് ഓഫ് ഇൻഡെംനിറ്റി ഹോൾഡർ പറഞ്ഞിട്ടുള്ളത്. ഏറ്റവും ആദ്യത്തെ റൈറ്റ് എന്ന് പറയുന്നത് റൈറ്റ് ടു റിക്കവർ ആൾ ഡാമേജസ്. ഇയാൾക്ക് ഇപ്പൊ ഈ കോൺട്രാക്ട് ഓഫ് ഇൻഡെംനിറ്റിയിൽ എന്തെങ്കിലും തരത്തിൽ ഇൻഡെംനിറ്റി ഹോൾഡർക്ക് കമ്പൽഡ് ടു പേ, നിർബന്ധിതനായി എന്ന് വിചാരിക്കുക, ഏതെങ്കിലും തരത്തിലുള്ള എമൗണ്ടുകൾ നൽകാനോ അല്ലെങ്കിൽ ആ കേസ് വന്നത് മൂലമോ എന്തെങ്കിലും തരത്തില് എത്ര നഷ്ടമാണോ സംഭവിച്ചിട്ടുള്ളത് ആ നഷ്ടം മുഴുവൻ കേസ് കൂടി വാങ്ങിക്കാം അല്ലെങ്കിൽ അവകാശം പറഞ്ഞ് വാങ്ങിക്കാനുള്ള അവകാശം ഇൻഡെംനിറ്റി ഹോൾഡർക്ക് ഉണ്ട്. അപ്പോൾ ഹീസ് എൻറ്റൈറ്റിൽഡ് ടു റിക്കവർ ആൾ ഡാമേജസ്. പിന്നെ രണ്ടാമതായി പറയുന്നത് ഈ എന്താണോ നമ്മൾ റീസൺ ആയിട്ട് പറഞ്ഞിട്ടുള്ളത് ആ റീസൺ കാരണം എന്തെങ്കിലും തരത്തിലുള്ള ചെലവുകൾ വന്നിട്ടുണ്ടെങ്കിൽ, നമ്മൾക്ക് ആ കാര്യം വാദിച്ച് ജയിക്കാനോ അല്ലെങ്കിൽ ആ ഇൻഡെംനിറ്റി ഹോൾഡർ റൈറ്റ് നേടിയെടുക്കാൻ വേണ്ടിയോ ഇദ്ദേഹത്തിന് എന്തെങ്കിലും ചെലവുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആ ചെലവുകളെല്ലാം നമ്മളുടെ ഇൻഡെംനിറ്റി ഹോൾഡർ കൊടുക്കണം. അതായത് ആ ഒരു പർട്ടിക്കുലർ സിറ്റുവേഷനിൽ നമ്മുടെ ഇൻഡെംനിഫൈഡ് ഉണ്ടല്ലോ, അദ്ദേഹം അത് ചെയ്തിട്ടുണ്ടാവും, പേയ്മെന്റുകളൊക്കെ ചെയ്തിട്ടുണ്ടാവും. പക്ഷെ ഈ പേയ്മെന്റ് ഇൻഡെംനിഫയറിൽ നിന്ന് വാങ്ങിക്കാനുള്ള അവകാശം ഇൻഡെംനിറ്റി ഹോൾഡർക്ക് ഉണ്ട്. അതേപോലെ തന്നെയാണ് ഹീസ് എൻറ്റൈറ്റിൽഡ് ടു റിക്കവർ ഫ്രം ദ ഇൻഡെംനിഫയർ all the amount which he had paid under the terms of the compromise of such a suit. അപ്പൊ ഇങ്ങനെ ഒരു കേസ് ഉണ്ടാകുന്ന സമയത്ത് ഒരു കോംപ്രമൈസിൽ എത്തിച്ചേരാൻ വേണ്ടി എന്തെങ്കിലും തരത്തിലുള്ള പേയ്മെന്റുകൾ ഇദ്ദേഹം നൽകിയിട്ടുണ്ടെങ്കിൽ, ഇൻഡെംനിഫൈഡ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ
സംഖ്യയും ആര് തിരിച്ചു നൽകണം? ഇൻഡംനിഫയർ തിരിച്ചു നൽകണം. അപ്പൊ ഇൻഡംനിഫൈഡിലുള്ള റൈറ്റുകൾ എന്ന് പറയുന്നത് ഒന്ന്, റിക്കവർ ആൾ ഡാമേജസ്. ആ ഒരു പർട്ടിക്കുലർ സ്യൂട്ട് കാരണം എന്തെല്ലാം നഷ്ടങ്ങളാണ് ഉണ്ടായിട്ടുള്ളത് അതെല്ലാം തിരിച്ചു വാങ്ങിക്കാം. റിക്കവർ ആൾ കോസ്റ്റ്, നമ്മൾക്ക് ആ ഒരു പർട്ടിക്കുലർ സിറ്റുവേഷനിൽ എത്തുന്നത് വരെ എന്തൊക്കെ ചെലവാണോ വന്നിട്ടുള്ളത് അത് വാങ്ങിക്കാം. അപ്പൊ നഷ്ടങ്ങളും ചെലവുകളും പേയ്മെന്റുകളും, നമ്മൾ എന്തെങ്കിലും തരത്തിലുള്ള പേയ്മെന്റുകൾ നടത്തിയിട്ടുണ്ടെങ്കിൽ ആ പേയ്മെന്റും തിരിച്ചു വാങ്ങിക്കാനുള്ള അവകാശം നമ്മളുടെ ഇൻഡംനിറ്റി ഹോൾഡർ അല്ലെങ്കിൽ ഇൻഡംനിഫൈഡിനുണ്ട്. കാരണം അദ്ദേഹത്തിനല്ലേ ഉറപ്പ് കിട്ടിയിട്ടുള്ളത്, എന്തെങ്കിലും പ്രവൃത്തി മൂലം നഷ്ടം സംഭവിക്കുകയാണെങ്കിൽ നിങ്ങളുടെ നഷ്ടത്തിന് പരിഹാരം തരാം എന്ന് പറഞ്ഞിട്ടുള്ള ഉറപ്പ്, പ്രോമിസ് നൽകിയിട്ടുണ്ട്. ദെൻ എപ്പോഴാണ്, അതിലൊരു ടോപ്പിക് കൂടാണ് നമുക്ക് കോൺട്രാക്ട് ഓഫ് ഇൻഡംനിറ്റിയിൽ പഠിക്കാനുള്ളത്, കമൻസ്മെന്റ് ഓഫ് ഇൻഡംനിഫയേഴ്സ് ലയബിലിറ്റി. ഈ പ്രോമിസ് നൽകുന്ന ഇൻഡംനിഫയറുടെ ലയബിലിറ്റി എപ്പോഴാണ് തുടങ്ങുന്നത്? അപ്പൊ ഈ ഇൻഡംനിറ്റി കോൺട്രാക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരിക്കലും ഒരു റീപേയ്മെന്റ് ആഫ്റ്റർ പേയ്മെന്റ് അല്ല. ഇൻഡംനിറ്റി ഹോൾഡർ ആദ്യം പേയ്മെന്റ് കൊടുക്കുക, എന്നിട്ട് ആ പേയ്മെന്റ് ഞാൻ തരാമെന്ന് പറയുന്നല്ല ചെയ്യുന്നത്. ഇവിടെ ചെയ്യുന്നത് നമ്മൾ ഒരു ഉറപ്പ് കൊടുക്കുകയാണ്. പ്രോമിസറുടെ ആക്ടിവിറ്റി മൂലമോ അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വ്യക്തികളുടെ പ്രവൃത്തി മൂലമോ ഇൻഡംനിഫൈഡ് ഒരു നഷ്ടം സംഭവിക്കുകയാണെങ്കിൽ ആ നഷ്ടം നികത്തി തരാം എന്ന് പറഞ്ഞാണ് ഇൻഡംനിഫയർ അവരുടെ പ്രോമിസ് നൽകുന്നത്. അതുകൊണ്ട് തന്നെ എപ്പോഴാണോ ഇൻഡംനിഫൈഡിന്റെ ലയബിലിറ്റി ആബ്സല്യൂട്ട് ആകുന്നത് ആ സെക്കൻഡ് മുതൽ നമ്മുടെ ഇൻഡംനിഫയറുടെയും ലയബിലിറ്റി സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ എപ്പോഴാണ് തുടങ്ങുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? ആസ് സൂൺ ആസ് ദ ലയബിലിറ്റി ഓഫ് ദ ഇൻഡംനിറ്റി ഹോൾഡർ അല്ലെങ്കിൽ ഇൻഡംനിഫൈഡ് becomes absolute. അതായത് ഇദ്ദേഹത്തിന് അവിടെ നഷ്ടം സംഭവിക്കാനുള്ള സാധ്യത ഉണ്ടാവുകയാണ് എന്ന് അറിയുന്ന നിമിഷം ഇൻഡംനിഫൈഡ് ഇവരെ വിളിക്കും. എനിക്കിങ്ങനെ നഷ്ടസാധ്യത ഉണ്ടായിട്ടുണ്ട്, നിങ്ങൾ പേയ്മെന്റ് നൽകണം എന്ന് പറഞ്ഞുകൊണ്ട് ഇൻഡംനിഫൈഡ് അവരെ ഇൻഫോം ചെയ്യും. ആ സമയത്ത് തന്നെ ഇൻഡംനിഫൈഡ് പേയ്മെന്റ് കൊടുക്കണം. അതല്ലാതെ ആദ്യം ഇൻഡംനിഫൈഡ് കൊടുക്കട്ടെ പിന്നീട് ഞാൻ തരാം എന്ന് പറയുന്ന ഒരു അറേഞ്ച്മെന്റ് അല്ല. എപ്പോഴാണോ ഇൻഡംനിഫൈഡിന്റെ ലയബിലിറ്റി സ്റ്റാർട്ട് ആവുന്നത്, അത് അബ്സല്യൂട്ട് ആകുന്നത്, ആ പെർട്ടിക്കുലർ സെക്കൻഡ് മുതൽ നമ്മളുടെ ഇൻഡംനിഫയറുടെയും ലയബിലിറ്റി കമൻസ് ചെയ്യുന്നു. അത്രയാണ് നിങ്ങൾക്ക് ഈ സ്പെഷ്യൽ കോൺട്രാക്റ്റില് കോൺട്രാക്ട് ഓഫ് ഇൻഡംനിറ്റി എന്നുള്ള പോർഷനിൽ പഠിക്കാനുള്ളത്. അപ്പൊ എന്താണ് കോൺട്രാക്ട് ഓഫ് ഇൻഡംനിറ്റി? സെക്ഷൻ 124 അനുസരിച്ചുള്ള ഡെഫിനേഷൻ എന്താണ്, അതിലുള്ള പാർട്ടീസ് ഏതൊക്കെയാണ്, അത് എക്സ്പ്രസ് ആവാം, ഇംപ്ലൈഡ് ആവാം, ഏതൊക്കെ കേസിലാണ് അത് വരുന്നത്, ഇൻഡംനിറ്റി ഹോൾഡർ റൈറ്റ്സ് സെക്ഷൻ 125 പറയുന്നത്. അതേപോലെ തന്നെ എപ്പോഴാണ് ഇൻഡംനിഫയറുടെ ലയബിലിറ്റി കമൻസ് ചെയ്യുന്നത്. അതാണ് നമ്മളുടെ ഈ യൂണിറ്റ് 9 രണ്ട് ടൈപ്പ് കോൺട്രാക്റ്റ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. കോൺട്രാക്ട് ഓഫ് ഇൻഡംനിറ്റി ഉണ്ട്, കോൺട്രാക്ട് ഓഫ് ഗ്യാരണ്ടി ഉണ്ട്. അപ്പോൾ കോൺട്രാക്ട് ഓഫ് ഇൻഡംനിറ്റി വളരെ കുറച്ച് ഭാഗം മാത്രമേ നിങ്ങൾക്ക് പഠിക്കാനുള്ളൂ. സ്പെസിഫിക് കോൺട്രാക്ട്സിലെ നെക്സ്റ്റ് ടോപ്പിക് കോൺട്രാക്ട് ഓഫ് ഗ്യാരണ്ടി. സെക്ഷൻ 126 കോൺട്രാക്ട് ഓഫ് ഗ്യാരണ്ടി എന്താണ് എന്നുള്ളത് ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. അക്കോർഡിംഗ് ടു ദാറ്റ് സെക്ഷൻ, എ കോൺട്രാക്ട് ഓഫ് ഗ്യാരണ്ടി ഈസ് എ കോൺട്രാക്ട് to perform the promise or discharge the liability of a third person in case of his default. The person who gives the guarantee is called surety, and the person in respect of whose default the guarantee is given is called principal debtor, and to whom we are giving the guarantee is creditor. അതായത് ഇവിടെ കോൺട്രാക്ട് ഓഫ് ഗ്യാരണ്ടിയിൽ ചെയ്യുന്നത് 3 വ്യക്തികളുണ്ട്. ഈ കോൺട്രാക്റ്റിന്റെ പ്രത്യേകത there may be 3 parties. അതിൽ ഏതെങ്കിലും ഒരു വ്യക്തിയുടെ ഡിഫോൾട്ട് കാരണം വേറൊരാൾക്കൊരു നഷ്ടം സംഭവിക്കാനുള്ള സാധ്യത വരുമ്പോൾ അത് ഞാൻ നികത്തി തരാമെന്ന് മൂന്നാമതൊരാൾ വാഗ്ദാനം ചെയ്യുന്നു. അപ്പോൾ ഒരു പ്രോമിസ് കൊടുക്കുകയാണ്, ഒരു വ്യക്തി വേറൊരു വ്യക്തിക്ക് ഒരു പ്രോമിസ് കൊടുക്കുകയാണ്, ഒരു ലയബിലിറ്റി ഞാൻ ചെയ്തു കൊള്ളാം. എങ്ങനെയുള്ള കേസിൽ? ഒരു തേർഡ് പേഴ്സന്റെ ഡിഫോൾട്ട് സംഭവിക്കുന്ന സമയത്ത്. ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എയും ബിയും സിയും. ബി എന്ന് പറയുന്ന ആള് എയിൽ നിന്ന് 3 ലക്ഷം രൂപ കടം വാങ്ങാണ്. അപ്പൊ ബി എയോട് 3 ലക്ഷം രൂപ കടമായി ചോദിച്ചു. ആ സമയത്ത് എക്ക് ബിയെ അത്ര വിശ്വാസമില്ല, ബി ഇത് മുഴുവനായി തിരിച്ചു തരുമോ എന്നുള്ളത്. അപ്പൊ എയുടെയും ബിയുടെയും ഒരു കോമൺ ഫ്രണ്ട് ആയിട്ടുള്ള സി എന്ന് പറയുന്ന ആള്
എക്ക് ഒരു ഗ്യാരണ്ടി നൽകുകയാണ്, ഉറപ്പ് നൽകുകയാണ്. ഇഫ് ബി ഫെയിൽസ് ടു പേ ദ ഡെറ്റ് ഐ വിൽ പേ ഇറ്റ് ടു യു. അതായത് ഈ കടം ബി തരാൻ പരാജയപ്പെടുകയാണെങ്കിൽ, അതായത് കടം ബി തന്നില്ലെങ്കിൽ പകരം ഞാൻ തരാം എന്നുള്ള ഒരു ഉറപ്പ് സി നൽകുന്നു. അപ്പൊ അവിടെ 3 വ്യക്തികൾ വന്നു. ഒന്ന് എ, ബി, സി. ബി ആണ് എയിൽ നിന്ന് കടം വാങ്ങിയിട്ടുള്ളത്. അപ്പൊ ബി ആണ് യഥാർത്ഥത്തിൽ ആ പൈസ തിരിച്ചു കൊടുക്കേണ്ടത്. അപ്പോ ആ വ്യക്തി അഥവാ ആ പേയ്മെന്റിൽ എന്തെങ്കിലും പരാജയപ്പെട്ടാൽ, അതായത് ബി തിരിച്ചടയ്ക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പകരം ആര് നൽകാമെന്ന് പറയുന്നു? സി നൽകാമെന്ന് പറയുന്നു. ഇത് വെറുതെ നൽകല്ല, പിന്നീട് സിക്ക് എന്ത് ചെയ്യാം? ആ പൈസ ബിയിൽ നിന്ന് വാങ്ങിക്കാം. അപ്പോൾ ബി നൽകേണ്ട സമയത്ത് ബിക്ക് നൽകാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ ബിക്ക് വേണ്ടി സി ആ പൈസ എക്ക് കൊടുക്കും. പക്ഷെ പിന്നീട് സി എന്ത് ചെയ്യും? ബിയുടെ കയ്യിൽ നിന്ന് ആ പൈസ ഈടാക്കുകയും ചെയ്യും. അപ്പൊ ഈ കോൺട്രാക്റ്റില് 3 വ്യക്തികളാണുള്ളത്: ക്രെഡിറ്റർ, ഷുവർട്ടി, ഡെപ്റ്റർ. ഡെപ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാണോ ഡിഫാൾട്ട് വരുത്തുന്നത്. അപ്പൊ ഇവിടെ നോക്കി നോക്കൂ, പൈസ കടം വാങ്ങിയിട്ട് പേയ്മെന്റ് നൽകാൻ പരാജയപ്പെടുന്ന വ്യക്തി ആരാണ്? ബി ആണ്. അപ്പൊ ബി ആണ് പ്രിൻസിപ്പൽ ഡെപ്റ്റർ. അയാൾക്ക് വേണ്ടിയാണ് ഈ ഷുവർട്ടി. ആരാണോ ഉറപ്പ് നൽകുന്നത് അയാളാണ് ഷുവർട്ടി. പ്രിൻസിപ്പൽ ഡെപ്റ്റർ പരാജയപ്പെടുകയാണെങ്കിൽ ആ പൈസ ഞാൻ തരാം എന്ന് ഉറപ്പ് നൽകുന്ന ആളാരാണ്? സി ആണ്. അയാളാണ് ജാമ്യക്കാരൻ, ജാമ്യം നിൽക്കുക എന്നൊക്കെ പറയും. ഷുവർട്ടി സി. അപ്പൊ ആർക്കാണോ നമ്മൾ ഈ ഉറപ്പ് നൽകുന്നത്, അതായത് ഈ പണം കടം കൊടുത്ത വ്യക്തി ഉണ്ടല്ലോ, ആ വ്യക്തിക്കല്ലേ നമ്മൾ ഈ ഉറപ്പ് നൽകുന്നത്, ആ വ്യക്തിയാണ് നമ്മൾ എന്ത് പറയാ? ക്രെഡിറ്റർ. അപ്പൊ കോൺട്രാക്ട് ഓഫ് ഗ്യാരണ്ടിയിൽ 3 പാർട്ടീസ് ഉണ്ടായിരിക്കും: ഒരു ക്രെഡിറ്റർ, ഒരു പ്രിൻസിപ്പൽ ഡെപ്റ്റർ, ഒരു ഷുവർട്ടി. അപ്പൊ യഥാർത്ഥത്തിൽ ക്രെഡിറ്ററിൽ നിന്ന് ഡെപ്റ്റർ ആണ് പണം കടം വാങ്ങുന്നത്. അവർക്കിടയിൽ ഒരു കോൺട്രാക്ട് ഉണ്ട് ആ കടത്തിനെ കുറിച്ചിട്ട്. ദെൻ ഈ കടം അഥവാ ഇയാൾ കൊടുത്തിട്ടില്ലെങ്കിൽ പകരം നീ കൊടുത്തേക്കണേ എന്നുള്ളൊരു എഗ്രിമെന്റ് ബിയും സിയും തമ്മിലുണ്ട്, ഡെപ്റ്ററും ഷുവർട്ടിയും. അതായത് ഡെപ്റ്റർ പറയാണ് എനിക്കൊരു വീഴ്ച പറ്റിയാൽ എന്റെ കടം നീ കൊടുക്കണം എന്ന് പറഞ്ഞ് ഷുവർട്ടിയും ഡെപ്റ്ററും തമ്മിലൊരു അറേഞ്ച്മെന്റ് ഉണ്ട്. അതേപോലെ ഷുവർട്ടിയും ക്രെഡിറ്ററും തമ്മിലൊരു എഗ്രിമെന്റ് ഉണ്ട്. പ്രിൻസിപ്പൽ ഡെപ്റ്റർ ഡിഫാൾട്ട് വരുത്തിയാൽ അവന് വേണ്ടി ഞാൻ പേയ്മെന്റ് തരാം എന്ന് ഷുവർട്ടി പറയുന്നുണ്ട്. അപ്പൊ 3 പാർട്ടീസ് ആണുള്ളത്: ക്രെഡിറ്റർ, ഷുവർട്ടി, പ്രിൻസിപ്പൽ, ഡെപ്റ്റർ. ഈ 3 പേർക്കും ഇടയിൽ 3 കോൺട്രാക്റ്റുകളുമുണ്ട്. കോൺട്രാക്ട് ഓഫ് ഗ്യാരണ്ടി എന്ന് പറയുമ്പോൾ ഈ 3 വ്യക്തികൾ വരുന്നുണ്ട്. ആ 3 വ്യക്തികൾക്കിടയിലും ഓരോ എഗ്രിമെന്റുകൾ. അപ്പൊ ടോട്ടൽ 3 കോൺട്രാക്ട് ആണ് അവിടെ വരുന്നത്. കോൺട്രാക്ട് ബിറ്റ്വീൻ ക്രെഡിറ്റർ ആൻഡ് പ്രിൻസിപ്പൽ ഡെപ്റ്റർ. നമ്മളിപ്പോ പറഞ്ഞു എയും ബിയും തമ്മിലുള്ള കോൺട്രാക്ട് എന്താണ്? 3 ലക്ഷം രൂപയുടെ ആ ഒരു ഇടപാട്, അവർക്കിടയിൽ ഉണ്ടാകുന്ന ആ ഒരു ട്രാൻസാക്ഷൻ. രണ്ടാമത്തെ കോൺട്രാക്ട് ആർക്കിടയില? ക്രെഡിറ്റർ ആൻഡ് ഷുവർട്ടി, അതായത് എയും സിയും തമ്മില്. എന്താ അവർ തമ്മിലുള്ള എഗ്രിമെന്റ്? സി ഒരു ഉറപ്പ് കൊടുത്തിട്ടുണ്ട്, ഒരു പ്രോമിസ്. ഇഫ് ബി മേക്സ് ഡിഫാൾട്ട് ഓഫ് പേയ്മെന്റ് ഐ വിൽ പേ ഇറ്റ് ടു യു. അതായത് ബി പൈസ അടയ്ക്കാതിരുന്നാൽ പകരം ഞാൻ പൈസ തരാം എന്ന് ഷുവർട്ടി ക്രെഡിറ്റർക്ക് ഒരു ഉറപ്പ് നൽകുന്ന എഗ്രിമെന്റ് ഉണ്ട്. മൂന്നാമത്തേത് ഷുവർട്ടിയും പ്രിൻസിപ്പൽ ഡെപ്റ്ററും തമ്മിലുള്ളതാണ്. അതായത് പ്രിൻസിപ്പൽ ഡെപ്റ്ററിന് ഒരു ഡിഫാൾട്ട് പറ്റിയാൽ ആ ബാധ്യത ഞാൻ ഏറ്റെടുക്കാം എന്ന് പറഞ്ഞ് സി ബിക്ക് ഒരു ഉറപ്പ് കൊടുക്കുന്നുണ്ട്, ഒരു ഇൻഡെംനിറ്റി പോലെ. ആ 2 പേർക്കിടയിലും ഒരു എഗ്രിമെന്റ് ഉണ്ട്. അങ്ങനെ 3 എഗ്രിമെന്റുകൾ അല്ലെങ്കിൽ 3 കോൺട്രാക്റ്റുകൾ നമ്മളുടെ ഈ കോൺട്രാക്ട് ഓഫ് ഗ്യാരണ്ടിയിൽ വരുന്നുണ്ട്. അതായത് ഡെപ്റ്റർക്കും ഷുവർട്ടിക്കും ഇടയിൽ ഒരു ഇൻഡെംനിറ്റി ആണ്, എനിക്ക് നഷ്ടം സംഭവിച്ചാൽ നീ നികത്തണം എന്ന് പറഞ്ഞുകൊണ്ട്. ക്രെഡിറ്റർക്കും ഷുവർട്ടിക്കും ഇടയിൽ ഷുവർട്ടി ഒരു പ്രോമിസ് നൽകാണ്, ഡെപ്റ്റർ ഡിഫാൾട്ട് വരുത്തിയാൽ ഞാൻ പേയ്മെന്റ് നൽകാം. ഡെപ്റ്ററും ക്രെഡിറ്ററും തമ്മിലുള്ള കോൺട്രാക്ട്, അവർക്കിടയിലുള്ള ആ കടം ഡെപ്റ്റർ ഞാൻ തരാമെന്ന് പറഞ്ഞ് തന്നെയാണ് ഡെപ്റ്റർ വാങ്ങുന്നത്. അഥവാ ഡിഫാൾട്ട് പറ്റിയാൽ ഷുവർട്ടി തരും. അപ്പോൾ നോർമലി ഒരു വാലിഡ് കോൺട്രാക്റ്റിന് വേണ്ട എല്ലാ എസെൻഷ്യൽസും സ്പെസിഫിക് കോൺട്രാക്ട്സിനും വേണം. അപ്പൊ നമ്മുടെ കോൺട്രാക്ട് ഓഫ് എഗ്രിമെന്റിനും നമ്മുടെ സെക്ഷൻ 10 പറയുന്ന എല്ലാ എസെൻഷ്യൽസും വേണം. അപ്പൊ അതിൽ വരുന്ന ഒരു എലമെന്റ് ആണ് കൺസിഡറേഷൻ.
ഒരു കോൺട്രാക്ട് വാലിഡ് ആവണമെങ്കിൽ അതിൽ ഏർപ്പെടുന്ന എല്ലാ വ്യക്തികൾക്കും പ്രോപ്പർ കൺസിഡറേഷൻ കിട്ടണം. ഏതെങ്കിലും ഒരാൾക്ക് മാത്രം കിട്ടിയാൽ പോരാ, എല്ലാ വ്യക്തികൾക്കും. അപ്പൊ സെക്ഷൻ 127 ഇവിടെ എന്താണ് നമ്മുടെ ഷുവർട്ടിക്ക് കിട്ടുന്ന കൺസിഡറേഷൻ എന്നുള്ളതിനെ കുറിച്ച് പറയുന്നത്. നോർമലി ഷുവർട്ടി ആ കോൺട്രാക്റ്റിന്റെ ഒരു ഭാഗമാണ്. അപ്പൊ നേരിട്ടിട്ട് അദ്ദേഹത്തിന് ഒരു കൺസിഡറേഷൻ കിട്ടുന്നില്ലെങ്കിലും അദ്ദേഹത്തിന് വേണ്ടി, അതായത് അദ്ദേഹത്തിന്റെ ഉറപ്പിന്മേൽ പ്രിൻസിപ്പൽ ഡെപ്റ്ററിന് ലഭിക്കുന്ന എല്ലാ ആനുകൂല്യങ്ങളും ഷുവർട്ടിക്കുള്ള കൺസിഡറേഷൻ ആണ്. അതാണ് സെക്ഷൻ 127 പറയുന്നത്. എനിത്തിങ് ഡൺ or any promise made for the benefit of the principal debtor may be a sufficient consideration to the surety for giving the guarantee. ഈ ഷുവർട്ടി ഈ ഗ്യാരണ്ടി നൽകുന്നതിന് പകരമായി അദ്ദേഹത്തിന് കിട്ടുന്ന കൺസിഡറേഷൻ എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? നമ്മളുടെ പ്രിൻസിപ്പൽ ഡെപ്റ്ററിന് എന്തെല്ലാം ആനുകൂല്യങ്ങളാണോ കിട്ടുന്നത്, അല്ലെങ്കിൽ എന്തെല്ലാം വാഗ്ദാനങ്ങളാണോ ഈ കോൺട്രാക്റ്റിൽ നിന്ന് കിട്ടുന്നത്, അത് തന്നെയാണ് ഷുവർട്ടിക്കുമുള്ള കൺസിഡറേഷൻ. അപ്പോൾ വാലിഡ് കോൺട്രാക്ട് ഓഫ് ഗ്യാരണ്ടി ആവണമെങ്കിൽ there must be a presence of existing debtor. അതെപ്പോഴും ശ്രദ്ധിക്കണം. കോൺട്രാക്ട് ഓഫ് ഗ്യാരണ്ടി വർക്ക് ആവണമെങ്കിൽ അതിന്റെ സബ്ജക്റ്റ് മാറ്റർ ആയി വരുന്ന ആ ഒരു ഡെപ്റ്റർ ഡിഫാൾട്ട് വരുത്തുന്ന ഡെപ്റ്റിനാണല്ലോ ഷുവർട്ടി ഗ്യാരണ്ടി കൊടുക്കുന്നത്. ആ ഒരു ഡെപ്റ്റ് എക്സിസ്റ്റിംഗ് ഡെപ്റ്റ് ആയിരിക്കണം. അതായത് ടൈം ബാർഡ് ഡെപ്റ്റ് ഒക്കെ ഉണ്ടാവും, കാലാവധി കഴിഞ്ഞത്. അപ്പൊ നിലവിൽ അതിന് ലീഗൽ വാലിഡിറ്റി ഉണ്ടാവില്ല. അങ്ങനെയുള്ള കടങ്ങളിലേക്ക് വല്ല പാർട്ട് പേയ്മെന്റ് കൊടുക്കുകയോ അതിന് ഗ്യാരണ്ടി നിൽക്കുകയോ ഒന്നും ചെയ്താൽ അത് കോൺട്രാക്ട് ഓഫ് ഗ്യാരണ്ടി ആവില്ല. കോൺട്രാക്ട് ഓഫ് ഗ്യാരണ്ടി ആവണമെങ്കിൽ അതിൽ പറഞ്ഞിട്ടുള്ള ഡെപ്റ്റ് ഇപ്പോൾ നിലവിൽ വാലിഡായി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഡെപ്റ്റ് ആയിരിക്കണം. അപ്പോൾ കോൺട്രാക്ട് ഓഫ് ഗ്യാരണ്ടി എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾ ഓർമ്മിക്കണം, there must be an existing debtor. കോൺട്രാക്ട് ഓഫ് ഗ്യാരണ്ടിയുടെ സ്പെഷ്യൽ ഫീച്ചേഴ്സ് നോക്കുന്ന സമയത്ത് നമുക്ക് പറയാൻ കഴിയും, ഇറ്റ് ഈസ് നോട്ട് എ കോൺട്രാക്ട് ഓഫ് ഉബേരിമേ ഫിഡെ. ഒരിക്കലും ഇതിൽ ഉബേരിമേ ഫിഡെ എന്ന് പറയുന്ന ഒരു നാച്ചുറൽ വരുന്നില്ല. അതായത് അറ്റ്മോസ്റ്റ് ഗുഡ് ഫെയ്ത്തിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള ഒരു കോൺട്രാക്റ്റ് അല്ല. അതുകൊണ്ട് തന്നെ പ്രിൻസിപ്പൽ ഡെപ്റ്ററിനും ക്രെഡിറ്ററിനും ഇടയിലുള്ള എല്ലാ ടേംസ് ആൻഡ് കണ്ടീഷൻസും ഒന്നും ഷുവർട്ടിയോട് എക്സ്പ്ലെയിൻ ചെയ്യണമെന്നില്ല. പക്ഷെ ഷുവർട്ടിക്ക് ബാധ്യത വരുന്ന രീതിയിലുള്ള ഷുവർട്ടി അറിയേണ്ട എല്ലാ കാര്യങ്ങളും ഷുവർട്ടിയോട് പറഞ്ഞിരിക്കണം. മെറ്റീരിയൽ ഫാക്ട്സ് ഒന്നും നമ്മൾ കൺസീൽ ചെയ്യാൻ പാടില്ല. അങ്ങനെ മെറ്റീരിയൽ ഫാക്ട്സ് കൺസീൽ ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ മിസ്റെപ്രസെന്റേഷനിലൂടെ ഒരു കോൺട്രാക്ട് ഓഫ് ഗ്യാരണ്ടി ഫോം ചെയ്ത് കഴിഞ്ഞാൽ സെക്ഷൻ 142 പ്രകാരം അത് ഇൻവാലിഡ് കോൺട്രാക്റ്റ് ആയി മാറും. അപ്പോൾ നമ്മളുടെ ഷുവർട്ടി അറിയേണ്ട എല്ലാ വസ്തുക്കളും ഷുവർട്ടിയോട് പറയണം. പക്ഷെ മൈന്യൂട്ട് ആയിട്ടുള്ള അദ്ദേഹത്തിന്റെ ബാധ്യതയുമായി റിലേറ്റ് ചെയ്ത് വരാത്ത ചില ടേംസ് ഒക്കെ ഉണ്ടാവും കോൺട്രാക്റ്റിന്റെ ഭാഗമായി വരുന്നത്, അതൊന്നും അദ്ദേഹത്തിനോട് പറയണമെന്നില്ല. കാരണം ഇവിടെ അറ്റ്മോസ്റ്റ് ഗുഡ് ഫെയ്ത്തിന്റെ കേസ് ഒന്നും ഇൻക്ലൂഡഡ് അല്ല. ഇനി നമ്മൾ ഇതുവരെ പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന് ഒരു കോൺട്രാക്ട് ഓഫ് ഗ്യാരണ്ടിക്ക് വേണ്ട പ്രധാനപ്പെട്ട സവിശേഷതകളാണ് പറയുന്നത്. ഒന്ന്, ഇറ്റ് മേ ബി എക്സ്പ്രസ് ഓർ ഇംപ്ലൈഡ്. നമുക്ക് കോൺട്രാക്ട് ഓഫ് ഗ്യാരണ്ടി എക്സ്പ്രസ് കോൺട്രാക്റ്റ് ആയിട്ടും ഫോം ചെയ്യാം, അതല്ലെങ്കിൽ ഇംപ്ലൈഡ് കോൺട്രാക്റ്റ് ആയിട്ടും ഫോം ചെയ്യാം. അപ്പോൾ അവിടെ പെർട്ടിക്കുലർലി നമ്മളൊരു എഗ്രിമെന്റ് ഫോം ചെയ്യുന്നില്ലെങ്കിൽ കൂടി ഒരു ഷുവർട്ടി എന്നുള്ള രീതിയിലുള്ള ബാധ്യതകൾ ഇംപ്ലൈഡ് കോൺട്രാക്ട് ഓഫ് ഗ്യാരണ്ടിയിൽ ഇൻക്ലൂഡഡ് ആവാറുണ്ട്. അപ്പൊ നമ്മള് ഓപ്ഷനെയറിന്റെ കേസിലൊക്കെ പറഞ്ഞത്. രണ്ടാമതായി പറയുന്നത് ഈ കൺസിഡറേഷൻ എന്ന് പറയുന്ന എലമെന്റ് ആണ്. ഷുവർട്ടിക്ക് ഒരു കൃത്യമായിട്ടുള്ള കൺസിഡറേഷൻ കിട്ടണം എന്ന് നെസസറി അല്ല. കാരണം നമ്മൾ ഡെപ്റ്റർക്ക് നൽകുന്ന എല്ലാ പ്രോമിസുകളും കൺസിഡറേഷനും ഷുവർട്ടിയുടെ കൺസിഡറേഷൻ ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. മൂന്നാമതായി പറയുന്നത്, ഫോർ ക്രിയേറ്റിംഗ് എ കോൺട്രാക്ട് ഓഫ് ഗ്യാരണ്ടി ദർ മസ്റ്റ് ബി ദ പ്രസൻസ് ഓഫ് ആൻ എക്സിസ്റ്റിംഗ് ഡെപ്റ്റർ. നിലവിലുള്ള വാലിഡ് ആയിട്ടുള്ള ഒരു ഡെപ്റ്റിന്റെ സാന്നിധ്യത്തിൽ മാത്രമേ കോൺട്രാക്ട് ഓഫ് ഗ്യാരണ്ടി വാലിഡായി നിലനിൽക്കുകയുള്ളൂ. അതല്ലാതെ ടൈം ബാർഡ് ഡെപ്റ്റിന്റെ കേസിൽ കൊടുക്കുന്ന ഉറപ്പുകളൊന്നും കോൺട്രാക്ട് ഓഫ് ഗ്യാരണ്ടി ആയി മാറാറില്ല. ദെൻ നാലാമതായി പറയുന്നത്, കോൺട്രാക്ട് ഓഫ് ഗ്യാരണ്ടി മസ്റ്റ് possess all the essential elements of a valid contract as per section 10 of Indian Contract Act. ഒരു വാലിഡ് ആയ കരാറിന് എന്തെല്ലാം ഫീച്ചേഴ്സ് ആണോ ഉണ്ടാവേണ്ടത് അതെല്ലാം കോൺട്രാക്ട് ഓഫ് ഗ്യാരണ്ടിക്കും വേണം. കാരണം കോൺട്രാക്ട് ഓഫ് ഗ്യാരണ്ടിയും നിയമപ്രകാരം വാലിഡിറ്റി ഉള്ള ഒരു കോൺട്രാക്റ്റ് ആണ്. ദെൻ അടുത്തതായി പറയുന്നത്,
order to make a valid contract of guarantee, the competency of surety and creditor is considered. നമ്മൾ ഇവിടെ പ്രധാനമായിട്ട് വരുന്ന എഗ്രിമെന്റ് ഷുവർട്ടിയും ക്രെഡിറ്ററിനും ഇടയിലാണ്. കാരണം ഡെപ്റ്റർക്ക് ഡിഫോൾട്ട് സംഭവിച്ചാലും ഷുവർട്ടിയാണ് ആ ബാധ്യത ഏറ്റെടുക്കുന്നത്. അപ്പൊ ഇവര് ലീഗലി കോമ്പീറ്റന്റ് ആണോ എന്ന് മാത്രമാണ് നമ്മൾ നോക്കാറുള്ളത്. പ്രിൻസിപ്പൽ ഡെപ്റ്ററിന്റെ കോമ്പീറ്റൻസിക്ക് അവിടെ പ്രാധാന്യമില്ല. ദെൻ സിക്സ്ത് ഫീച്ചർ ആയിട്ട് പറയുന്നത് ഷുവർട്ടീസ് ലയബിലിറ്റി ഡിപ്പെൻഡന്റ് ഓൺ ഡെപ്റ്റേഴ്സ് ഡിഫോൾട്ട്. എപ്പോഴാണോ ആ കോൺട്രാക്റ്റിൽ പറഞ്ഞിട്ടുള്ള ടേംസ് ആൻഡ് കണ്ടീഷൻസിൽ നമ്മളുടെ ഡെപ്റ്റർ ഒരു വീഴ്ച വരുത്തുന്നത്, ഒരു ഡെപ്റ്റർക്ക് ഒരു ഡിഫോൾട്ട് സംഭവിക്കുന്നത്, ആ സമയത്താണ് ഷുവർട്ടിയുടെ ലയബിലിറ്റി സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ആബ്സല്യൂട്ട് ആകുന്ന സമയത്ത് എപ്പോഴാണ് അവരുടെ ആ ഒരു പർട്ടിക്കുലർ ലയബിലിറ്റി സ്റ്റാർട്ട് ചെയ്യുന്നത്, നമ്മൾക്ക് ആ സമയത്ത് തന്നെ ഷുവർട്ടിയുടെ ലയബിലിറ്റി ഡെപ്റ്റർ ഡിഫോൾട്ട് ആക്കുന്ന സമയം മുതൽ ഷുവർട്ടിയുടെ ലയബിലിറ്റി സ്റ്റാർട്ട് ചെയ്യും. അതുവരെ ഡെപ്റ്റർ കൃത്യമായി പേയ്മെന്റ് കൊടുക്കുകയാണെങ്കിൽ ഷുവർട്ടിക്ക് യാതൊരു ബാധ്യതയില്ല, ജാമ്യക്കാരന് ബാധ്യതകളില്ല. പക്ഷേ പേയ്മെന്റ് തിരിച്ചടയ്ക്കുന്നതിൽ ഡെപ്റ്റർ എന്തെങ്കിലും വീഴ്ച വരുത്തിയാൽ, ഡിഫോൾട്ട് സംഭവിച്ചാൽ ആ സെക്കൻഡ് മുതൽ ഷുവർട്ടിക്കാണ് ലയബിലിറ്റി. പിന്നെ ഏഴാമതായി പറയുന്നത് ദ ഗ്യാരണ്ടി മസ്റ്റ് നോട്ട് ബി മെയ്ഡ് ഓൺ മിസ്റെപ്രസെന്റേഷൻ. നമ്മൾ പറഞ്ഞു സെക്ഷൻ 142 പറയുന്നുണ്ട് മിസ്റെപ്രസെന്റേഷനെ ബേസ് ചെയ്തുകൊണ്ട് ഫോം ചെയ്യുന്ന ഷുവർട്ടി ഗ്യാരണ്ടി കോൺട്രാക്റ്റുകൾ വാലിഡ് അല്ല. നമ്മുടെ ഷുവർട്ടിയെ എന്തെങ്കിലും പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട്, അപ്പോൾ ഇതിൽ എക്സാമ്പിൾ ആയിട്ടൊക്കെ പറയുന്നുണ്ട് മെറ്റീരിയൽ ഫാക്ട് മറച്ചു വെച്ചാലും ഇൻവാലിഡ് ആണ്. അപ്പോൾ നമ്മൾ സ്ഥിരമായി ജോലിക്ക് വെച്ചിട്ടുള്ള ഒരു കളക്ഷൻ ഏജന്റ് ആണെന്ന് വിചാരിക്കാം. അയാൾ ഇടയ്ക്ക് കളക്ഷൻ കൊണ്ടുവന്ന് തരുന്നതിൽ 5,000 10,000 ഒക്കെ ആയിട്ട് അയാൾ കൃത്യമായ കണക്കുകളിൽ പെടാതെ പൈസ എടുക്കുന്നുണ്ടെങ്കിൽ നമ്മൾക്ക് അയാളെ കുറിച്ചൊരു ബോധമുണ്ട്, അയാളിങ്ങനെ പൈസ വെട്ടിക്കുന്ന ആളാണ്, തട്ടിയെടുക്കുന്ന ആളാണ്. അപ്പോൾ വേറൊരു വ്യക്തി ഇതൊന്നും അറിയാതെ ഇവരുടെ ഒരു കോമൺ ഫ്രണ്ടിനോട് നമ്മൾ പറയണം നീ ഇവന്റെ പ്രവൃത്തിക്ക് ഗ്യാരണ്ടി നിൽക്കുമോ ചോദിക്കുമ്പോൾ അയാൾക്ക് അറിയില്ല ഇവൻ ഇങ്ങനെ ഒരു തട്ടിപ്പുകാരനാണെന്ന് അറിയാതെ ഗ്യാരണ്ടി നിൽക്കുമ്പോൾ നമ്മൾ അയാളെ ശരിയായ കാര്യങ്ങൾ പറയാതെ ഒളിപ്പിച്ചു വെച്ചിട്ടാണ് അയാളെ ആ എഗ്രിമെന്റിൽ ഏർപ്പെടുന്നത്. അപ്പൊ അങ്ങനെ കൺസീൽമെന്റ് ഓഫ് മെറ്റീരിയൽ ഫാക്ടിലൂടെ രൂപീകരിക്കപ്പെടുന്ന കോൺട്രാക്ട് ഓഫ് ഗ്യാരണ്ടിക്കും വാലിഡിറ്റി ഇല്ല. അതാണ് 7ാമത്തെയും 8ാമത്തെയും ഫീച്ചേഴ്സ് ആയിട്ട് പറയുന്നത്. തെറ്റിദ്ധരിപ്പിച്ച് എൻ്റർ ചെയ്യിപ്പിക്കാനും പാടില്ല, മെറ്റീരിയൽ ഫാക്ടുകൾ ഒളിപ്പിച്ച് വെച്ചുകൊണ്ട് കോൺട്രാക്ട് ഓഫ് ഗ്യാരണ്ടിയിൽ എൻ്റർ ചെയ്യിപ്പിക്കാനും പാടില്ല. അപ്പൊ അത്രയൊക്കെയാണ് എസെൻഷ്യൽ ഫീച്ചേഴ്സ് ഓഫ് ഗ്യാരണ്ടി വരുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ കോൺട്രാക്ട് ഓഫ് ഇൻഡെംനിറ്റി ആണ് പരിചയപ്പെട്ടത് ചാപ്റ്ററിന്റെ തുടക്കത്തിൽ, പിന്നെ കോൺട്രാക്ട് ഓഫ് ഗ്യാരണ്ടി. അപ്പൊ ഇവ തമ്മിൽ കമ്പയർ ചെയ്ത് നോക്കുകയാണെങ്കിൽ അവർക്കിടയിൽ, അതായത് ഈ രണ്ട് കോൺട്രാക്റ്റും തമ്മിൽ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. ഏറ്റവും ആദ്യമായിട്ട് കോൺട്രാക്ട് ഓഫ് ഇൻഡെംനിറ്റിയിൽ 2 വ്യക്തികളേ ഉള്ളൂ, 2 പാർട്ടീസ്, ഇൻഡെംനിഫയർ ആൻഡ് ഇൻഡെംനിഫൈഡ്. പക്ഷേ കോൺട്രാക്ട് ഓഫ് ഗ്യാരണ്ടിയിൽ എത്ര പാർട്ടികളുണ്ട്? 3 പാർട്ടീസ്. പ്രിൻസിപ്പൽ ഡെപ്റ്റർ, അതായത് ഡെപ്റ്ററുടെ ഡിഫോൾട്ടില് പേയ്മെന്റ് നൽകേണ്ട ഷുവർട്ടി, പ്രിൻസിപ്പൽ ഡെപ്റ്ററിന് പേയ്മെന്റ് നൽകുന്ന ക്രെഡിറ്റർ. അതായത് ക്രെഡിറ്റർ, ഷുവർട്ടി, പ്രിൻസിപ്പൽ ഡെപ്റ്റർ, 3 പാർട്ടീസ് ഉണ്ട്. ദെൻ കോൺട്രാക്ട് ഓഫ് ഇൻഡെംനിറ്റിയിൽ ഒരു കോൺട്രാക്റ്റേ ഉള്ളൂ, അതായത് കോൺട്രാക്ട് ഇൻഡെംനിഫയറും ഇൻഡെംനിഫൈഡിനും ഇടയിലുള്ള ഒരു കരാറാണ്. ഇൻഡെംനിഫൈഡിന്റെ ലോസ് ഹാംലെസ് ആക്കി കൊടുക്കാം, അല്ലെങ്കിൽ നഷ്ടപരിഹാരം ചെയ്തു കൊടുക്കാം എന്ന് പറഞ്ഞ് അവർക്കിടയിലുള്ള ഒരു എഗ്രിമെന്റേ ഉള്ളൂ. കോൺട്രാക്ട് ഓഫ് ഗ്യാരണ്ടിയിൽ അങ്ങനെയല്ല, 3 എഗ്രിമെന്റുകളുണ്ട്. ഷുവർട്ടിയും ക്രെഡിറ്ററും തമ്മിൽ എഗ്രിമെന്റ് ഉണ്ട്, ക്രെഡിറ്ററും ഡെപ്റ്ററും തമ്മിൽ എഗ്രിമെന്റ് ഉണ്ട്, ഡെപ്റ്ററും ഷുവർട്ടിയും തമ്മിൽ എഗ്രിമെന്റ് ഉണ്ട്. അതേപോലെ തന്നെ ഇപ്പൊ നമ്മൾ കോൺട്രാക്ട് ഓഫ് ഇൻഡെംനിറ്റിയിൽ എന്താ പറയുന്നത്? ഇൻഡെംനിഫൈഡിന്റെ ലോസിനെ ഇൻഡെംനിഫയർ, അതായത് ഈ ഉറപ്പ് നൽകുന്ന ആള് പരിഹരിച്ചു കൊടുക്കാമെന്നാ പറയുന്നത്. കോൺട്രാക്ട് ഓഫ് ഗ്യാരണ്ടിയിലോ ഡിഫാൾട്ട് വരുത്തിയാൽ, അതായത് പ്രിൻസിപ്പൽ ഡെപ്റ്റർ ഡിഫാൾട്ട് വരുത്തിയാൽ ഞാൻ പേയ്മെന്റ് തരാം, അങ്ങനെയാണ് പറയുന്നത്. അപ്പോൾ അവിടെ കോൺട്രാക്ട് ഓഫ് ഇൻഡെംനിറ്റിയിലെ ഇൻഡെംനിഫയറുടെ ലയബിലിറ്റി എന്ന് പറയുന്നത് പ്രൈമറി ആൻഡ് ഇൻഡിപെൻഡന്റ് ആണ്. അവിടെ ഒരു കണ്ടീഷണൽ ക്ലോസ് ഒന്നുമില്ല. പക്ഷേ കോൺട്രാക്ട് ഓഫ് ഗ്യാരണ്ടിയിൽ അങ്ങനെയല്ല, പ്രിൻസിപ്പൽ ഡെപ്റ്റർ ഡിഫാൾട്ട് വരുത്തിയാൽ ഞാൻ പേയ്മെന്റ് തരാം എന്ന് പറയുന്നുള്ളൂ. അപ്പോൾ അവിടെ ഒരു സെക്കൻഡറി ലയബിലിറ്റിയാണ്.
പ്രിൻസിപ്പൽ ഡെപ്റ്ററിനാണ് പ്രൈമറി ലയബിലിറ്റി വരുന്നത്. അവർ പേയ്മെന്റ് കൊടുത്തില്ലെങ്കിൽ മാത്രം ആര് നൽകിയാൽ മതി? നമ്മളുടെ ഷുവർട്ടി നൽകിയാൽ മതി. അതേപോലെ തന്നെ ഒരു കണ്ടിൻജൻസി സംഭവിക്കുകയാണെങ്കിൽ കോൺട്രാക്ട് ഓഫ് ഇൻഡെംനിറ്റിയിൽ പറയുന്നത് ഇൻഡെംനിഫയറുടെ ലയബിലിറ്റി എപ്പോഴാണ് റൈസ് ചെയ്യുന്നത്? ആ ഒരു പെർട്ടിക്കുലർ കണ്ടിൻജൻസി എമേർജ് ചെയ്യുന്ന സമയത്ത്. അതേപോലെ കോൺട്രാക്ട് ഓഫ് ഗ്യാരണ്ടിയിൽ എങ്ങനെയാണ്? ഇയാൾ ചെയ്ത പെർഫോമൻസ് നമ്മുടെ ഷുവർട്ടി പറയുന്നത് ഡെപ്റ്റർ എന്തെങ്കിലും ഡിഫോൾട്ട് വരുത്തിയാൽ ഇദ്ദേഹത്തിന്റെ ഡ്യൂട്ടി സ്റ്റാർട്ട് ചെയ്യേണ്ടി വരും. അതായത് ഡെപ്റ്റർക്ക് വീഴ്ച സംഭവിക്കുമ്പോഴാണ് നമ്മളുടെ ഷുവർട്ടിയുടെ ബാധ്യത സ്റ്റാർട്ട് ആവുന്നത്. ദെൻ കോൺട്രാക്ട് ഓഫ് ഇൻഡെംനിറ്റിയിൽ ഇൻഡെംനിഫയർ ആക്ട്സ് ഇൻഡിപെൻഡൻ്റ്ലി വിത്തൗട്ട് എനി റിക്വസ്റ്റ് ഓഫ് ദ ഡെപ്റ്റർ ഓർ തേർഡ് പാർട്ടി. ഇൻഡെംനിഫയർ ചെന്നൊരു ഓഫർ അങ്ങ് കൊടുക്കുകയാണ്, അല്ലാതെ ഇവർ ചെന്ന് റിക്വസ്റ്റ് ചെയ്തിട്ടൊന്നുമല്ല. പക്ഷേ കോൺട്രാക്ട് ഓഫ് ഗ്യാരണ്ടിയിൽ അങ്ങനെയല്ല. പ്രിൻസിപ്പൽ ഡെപ്റ്ററുടെ റിക്വസ്റ്റ് കൊണ്ടാണ്, അതായത് എൻ്റെ കടത്തിന് നീ ജാമ്യം നിൽക്കുമോ എന്ന് ചോദിക്കുന്നത് കൊണ്ടാണ് നമ്മളുടെ ഷുവർട്ടി എന്ത് നിൽക്കുന്നത്? ജാമ്യമായിട്ട് നിൽക്കുന്നത്. കോൺട്രാക്ട് ഓഫ് ഗ്യാരണ്ടിയിൽ പ്രിൻസിപ്പൽ ഡെപ്റ്റർ പേയ്മെന്റ് നടത്താൻ പരാജയപ്പെട്ടാൽ ഷുവർട്ടി അദ്ദേഹത്തിന്റെ കടം കൊടുക്കും. അതിൻ്റെ ശേഷം നമ്മുടെ ഡെപ്റ്ററിൽ നിന്ന് ആ പൈസ ഈടാക്കുകയും ചെയ്യും. എന്നാൽ കോൺട്രാക്ട് ഓഫ് ഇൻഡെംനിറ്റിയിൽ ഒരു ഇൻഡെംനിഫയർ ഒരിക്കലും തേർഡ് പാർട്ടിക്കെതിരെ സ്വന്തം പേരിൽ കേസ് കൊടുക്കാനൊന്നും പറ്റില്ല. കാരണം അദ്ദേഹം ഇൻഡെംനിഫൈഡിന് വേണ്ടിയാണ് ചെയ്യുന്നത്. ഇൻഡെംനിറ്റി ഹോൾഡർ അവർക്ക് വേണ്ടി ചെയ്യുന്നു എന്നേ ഉള്ളൂ. അപ്പോൾ ആ ഇൻഡെംനിഫൈഡിന് വേണമെങ്കിൽ കേസ് കൊടുക്കാമെന്നല്ലാതെ ഇൻഡെംനിഫയർക്ക് സ്വന്തം പേരിൽ കേസ് കൊടുക്കാനുള്ള അവകാശമില്ല. അപ്പോൾ കോൺട്രാക്ട് ഓഫ് ഇൻഡെംനിറ്റിയും കോൺട്രാക്ട് ഓഫ് ഗ്യാരണ്ടിയും രണ്ടും ഓരോ വ്യക്തികളുടെ നഷ്ടം നികത്തി കൊടുക്കുന്ന കോൺട്രാക്റ്റാണ്. പക്ഷേ രണ്ടും രണ്ട് രീതിയിലാണ് പ്രവർത്തിക്കുന്നത്. ഒന്ന് കോൺട്രാക്ട് ബിറ്റ്വീൻ ഇൻഡെംനിഫയർ ആൻഡ് ഇൻഡെംനിഫൈഡ്. കോൺട്രാക്ട് ഓഫ് ഗ്യാരണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺട്രാക്ട്സ് ബിറ്റ്വീൻ ക്രെഡിറ്റർ, ഡെപ്റ്റർ ആൻഡ് ഷുവർട്ടി. കോൺട്രാക്ട് ഓഫ് ഗ്യാരണ്ടിയിൽ ഷുവർട്ടിയുടെ ലയബിലിറ്റിയുടെ നാച്ചറാണ് നമ്മൾ നോക്കുന്നത്. എക്സ്റ്റെൻഡ് ഓഫ് ഷുവർട്ടീസ് ലയബിലിറ്റി. ഷുവർട്ടീസ് ലയബിലിറ്റിയുടെ നാച്ചർ പറയുകയാണെങ്കിൽ അക്കോർഡിംഗ് ടു സെക്ഷൻ 128 ഇറ്റ് ഈസ് കോ എക്സ്റ്റെൻസീവ്. സെക്ഷൻ 128 അനുസരിച്ച് ഷുവർട്ടിയുടെ ലയബിലിറ്റി കോ എക്സ്റ്റെൻസീവ് ആണ്. അതായത് ഡെപ്റ്ററുടെ ലയബിലിറ്റി വർദ്ധിക്കുന്നതിനനുസരിച്ച് ആരുടെ ലയബിലിറ്റിയും വർദ്ധിക്കും? ഷുവർട്ടിയുടെ ലയബിലിറ്റിയും വർദ്ധിക്കും. കാരണം ലയബിലിറ്റി ഓഫ് ഷുവർട്ടി വിൽ ബി ഈക്വൽ ടു ലയബിലിറ്റി ഓഫ് പ്രിൻസിപ്പൽ ഡെപ്റ്റർ. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 5 lakhന്റെ ഒരു ലോണ് എ ബിയിൽ നിന്ന് വാങ്ങിക്കുന്ന സമയത്താണ് സി ഷുവർട്ടിയായി നിന്നിട്ടുള്ളത് എന്ന് വിചാരിക്കാം. ഇയർ എൻഡിൽ പേയ്മെൻറ്റ് നടത്തുന്നതിൽ, റീപേയ്മെൻറ്റ് നടത്തുന്നതിൽ നമ്മുടെ ഡെപ്റ്റർ പരാജയപ്പെട്ടു. ആ സമയത്ത് ഷുവർട്ടി അതിൻ്റെ പേയ്മെൻറ്റ് കൊടുക്കണം. അങ്ങനെ പേയ്മെൻറ്റ് കൊടുക്കുമ്പോൾ ഈ 5 lakh മാത്രം കൊടുത്താൽ പോരാ, പ്ലസ് അതിൻ്റെ ഇൻട്രസ്റ്റ് കൂടി കൊടുക്കണം. അപ്പോൾ അവിടെ നമ്മൾ ജാമ്യം നിൽക്കുന്ന സമയത്ത് 5 ലക്ഷത്തിൻ്റെ ലോണിനാണ് ജാമ്യം നിന്നിട്ടുള്ളത്. പക്ഷേ പേയ്മെൻറ്റ് കൊടുക്കുന്ന സമയമായപ്പോഴേക്കും നമ്മുടെ ലയബിലിറ്റി ആ 5 lakh പ്ലസ് അതിൻ്റെ ഇൻട്രസ്റ്റ് കൂടിയായി മാറി. അപ്പോൾ ഡെപ്റ്ററുടെ ലയബിലിറ്റിക്ക് ഈക്വലായിട്ട് തന്നെ നമ്മുടെ ഷുവർട്ടിയുടെ ലയബിലിറ്റിയും എക്സ്റ്റെൻസീവായിട്ട് വരും. പക്ഷേ വേണമെങ്കിൽ ഷുവർട്ടിക്ക് എന്ത് ചെയ്യാം? ഹി ക്യാൻ ഫിക്സ് എ ലിമിറ്റ് ഫോർ ഹിസ് ലയബിലിറ്റി. അയാൾക്ക് പറയാം, ഞാൻ ഇത്ര രൂപ വരേക്ക് ജാമ്യം നിൽക്കുന്നു എന്ന് കോൺട്രാക്റ്റ് തുടങ്ങുന്ന സമയത്ത് സ്പെസിഫൈ ചെയ്യാം. അപ്പോൾ 5 ലക്ഷം രൂപയ്ക്ക് ലോൺ എടുക്കുന്ന സമയത്ത് ഇയാൾ ക്രെഡിറ്ററോട് പറയാണ്, ഇവൻ ഈ ലോണ് തിരിച്ചടച്ചിട്ടില്ലെങ്കിൽ 3 ലക്ഷം രൂപ വരെ ഞാൻ തരാം, മാക്സിമം 3 ലക്ഷം വരെ ഞാൻ തരാമെന്നാണ് ഷുവർട്ടി ജാമ്യം നിന്നിട്ടുള്ളത് എങ്കിൽ അയാളുടെ ഉറപ്പിനനുസരിച്ചിട്ടുള്ള ആ 3 ലക്ഷം രൂപ മാത്രമേ ഷുവർട്ടി നൽകേണ്ടതായിട്ടുള്ളൂ. അതേപോലെ തന്നെ ഈ കോൺട്രാക്റ്റിൽ പ്രിൻസിപ്പൽ ഡെപ്റ്റർക്കാണ് പ്രൈമറി ലയബിലിറ്റി. ആ ഡെപ്റ്റ് തിരിച്ചടയ്ക്കണം എന്നുള്ളത് പ്രിൻസിപ്പൽ ഡെപ്റ്ററുടെ ലയബിലിറ്റിയാണ്. അദ്ദേഹം എന്തെങ്കിലും ഡീഫോൾട്ട് വരുത്തുന്ന സമയത്താണ് ഷുവർട്ടിയുടെ ലയബിലിറ്റി സ്റ്റാർട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ എപ്പോഴാണോ പ്രിൻസിപ്പൽ ഡെപ്റ്റർ ഡിഫോൾട്ട് വരുത്തുന്നത് അന്ന് മുതൽ ഷുവർട്ടിയുടെ ലയബിലിറ്റി കമൻസ് ചെയ്യും. പക്ഷേ ഷുവർട്ടിക്ക് ഒരിക്കലും ക്രെഡിറ്ററിനോട് എന്തുകൊണ്ട് നിങ്ങൾ എനിക്കൊരു നോട്ടീസ് അയച്ചില്ല എന്നൊന്നും ചോദിക്കാനുള്ള അവകാശമില്ല. കാരണം ഡെപ്റ്റർക്ക് വേണ്ടി ഗ്യാരണ്ടി നൽകുന്ന സമയത്ത് ഡെപ്റ്റർ അത് കൃത്യമായി ഡെപ്റ്ററുടെ ഡ്യൂട്ടി ചെയ്യുന്നുണ്ടോ, ഡിഫോൾട്ട് വരുത്തുന്നുണ്ടോ എന്നൊക്കെ നോക്കേണ്ടത് ഷുവർട്ടിയുടെ ബാധ്യതയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾക്ക് ഒരിക്കലും
ക്രെഡിറ്ററോട് എന്ത് ചെയ്യാൻ പറ്റില്ല? ഒരു നോട്ടീസ് ഓഫ് ഡിഫാൾട്ട് ആവശ്യപ്പെടാനുള്ള അർഹതയൊന്നും ഷുവാർട്ടിക്കില്ല. അതേപോലെ തന്നെ എന്തെങ്കിലും കണ്ടീഷൻസ് ഉണ്ടെങ്കിൽ സെക്ഷൻ 144 പറയുന്നുണ്ട്, കണ്ടീഷൻസ് പ്രൊസീഡൻറ്റ് ടു ലയബിലിറ്റി. ഷുവാർട്ടിയുടെ ലയബിലിറ്റിയുമായി റിലേറ്റ് ചെയ്ത് വരുന്ന ഏതെങ്കിലും ഒരു പ്രൊസീഡൻറ്റ് കണ്ടീഷൻ ഉണ്ടെങ്കിൽ ആ കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ മാത്രമേ ഷുവാർട്ടിക്ക് ലയബിലിറ്റി ഉണ്ടാകുന്നുള്ളൂ. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ബി എന്ന് പറയുന്ന വ്യക്തിയുടെ കടത്തിന് സിയും ഡിയും 2 ഷുവാർട്ടി ചേർന്നാണ് ജാമ്യം നിൽക്കുന്നത് എന്ന് വിചാരിക്കാം. അപ്പോൾ ഈ കരാർ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപ് നമ്മളുടെ ക്രെഡിറ്റർ ഇവരുടെ 2 പേരുടെയും സൈനൊക്കെ വാങ്ങിച്ചിട്ടുണ്ടാവണം. ആ കോൺട്രാക്റ്റിൽ 2 പേരുടെയും സൈൻ വാങ്ങിയിട്ടുണ്ടാവണം. അതിൽ സി പോയി കൃത്യമായി സൈൻ ചെയ്തു. പക്ഷേ പിന്നീട് ഇയാൾ പേയ്മെൻറ്റ് നടത്താത്ത സമയത്ത്, ഡിഫോൾട്ട് ആയ സമയത്ത് പേയ്മെൻറ്റിന് വേണ്ടി വിളിക്കുമ്പോൾ ഡി എന്ന് പറയുന്ന ഷുവാർട്ടി ആ കോൺട്രാക്റ്റിൽ സൈൻ ചെയ്തിട്ടില്ല എന്ന് വിചാരിക്കാം. അപ്പോൾ ഷുവാർട്ടിക്ക് ലയബിലിറ്റി ഇല്ല. കാരണം സിയും ഡിയും സൈൻ ചെയ്താലേ ആ കോൺട്രാക്റ്റ് വാലിഡ് ആവുള്ളൂ. അപ്പോൾ അവരെ കൃത്യമായി സൈൻ ചെയ്യിപ്പിക്കേണ്ടത് നമ്മുടെ ക്രെഡിറ്ററുടെ ലയബിലിറ്റിയാണ്. അപ്പോൾ ഏതെങ്കിലും ഒരു കണ്ടീഷൻ, പ്രസിഡൻ്റ് ആയിട്ടുള്ള കണ്ടീഷൻ ലാപ്സ് ആവുകയാണെങ്കിൽ നമ്മളുടെ ഷുവാർട്ടിക്ക് അവിടെ ലയബിലിറ്റി ഇല്ലാതെയാവും. അതേപോലെ തന്നെ ഇപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞിരുന്നു, ഷുവാർട്ടിയുടെ ലയബിലിറ്റി എന്ന് പറയുന്നത് ലയബിലിറ്റി ഓഫ് പ്രിൻസിപ്പൽ ഡെപ്റ്ററിനനുസരിച്ചാണ്. അപ്പോൾ ഏതെങ്കിലും സാഹചര്യം വെച്ചാൽ പ്രിൻസിപ്പൽ ഡെപ്റ്ററിൻ്റെ ലയബിലിറ്റി റിലീസ് ചെയ്യപ്പെടുകയാണെങ്കിൽ നോർമലി ഷുവാർട്ടിയുടെ ലയബിലിറ്റിയും അവിടെ റിലീസ് ചെയ്യപ്പെടും. അതേസമയം നമ്മളുടെ പ്രിൻസിപ്പൽ ഡെപ്റ്റർ ഒരു മൈനർ ആണ് എന്ന് വിചാരിക്കാം. അപ്പോൾ ഒരിക്കലും മൈനറുടെ റെസ്പോൺസിബിലിറ്റിയിൽ നിന്ന് റിലീസായി എന്ന് പറഞ്ഞ് ഷുവാർട്ടിയുടെ ലയബിലിറ്റി റിലീസ് ആവുന്നില്ല. അപ്പോൾ ഷുവാർട്ടിയുടെ ലയബിലിറ്റി നോക്കുമ്പോൾ നമ്മൾ ഈ കാര്യങ്ങളെല്ലാം കൺസിഡർ ചെയ്യണം. ഇനി കോൺട്രാക്റ്റ് ഓഫ് ഗ്യാരണ്ടിയിൽ വരുന്നത് കൈൻഡ്സ് ഓഫ് ഗ്യാരണ്ടിയാണ്. ഏതൊക്കെ തരത്തിലുള്ള ഗ്യാരണ്ടിയാണ് ഒരു ഷുവാർട്ടി ക്രെഡിറ്റർക്ക് നൽകുന്നത്? 2 രീതിയിലുള്ള ഗ്യാരണ്ടിയാണുള്ളത്, സ്പെസിഫിക് ഗ്യാരണ്ടി ആൻഡ് continuing guarantee. Specific guarantee means a guarantee given by a surety for a specific transaction or a single transaction. ഏതെങ്കിലും ഒരു ഇടപാടിന് മാത്രം നമ്മൾ ഒരു ഗ്യാരണ്ടി നൽകുകയാണെങ്കിൽ അതാണ് സ്പെസിഫിക്. ഇപ്പോൾ എ ബിയിൽ നിന്ന് 5 ലക്ഷം രൂപ കടം വാങ്ങി ആ ലോണിന് നമ്മൾ ഗ്യാരണ്ടി നിൽക്കുന്നു. അപ്പോൾ ആ ഒരു ലോണിന് മാത്രമാണ് ഗ്യാരണ്ടി നിൽക്കുന്നത്, അത് സ്പെസിഫിക്. കണ്ടിന്യൂയിങ് എന്ന് പറയുമ്പോൾ ഓവർ എ ലോങ് പീരിയഡ് വി ആർ ഗിവിങ് ഗ്യാരണ്ടി ഫോർ എ സീരീസ് ഓഫ് ഇൻഡിപെൻഡൻറ്റ് ട്രാൻസാക്ഷൻസ്. ഒരു പ്രത്യേക കാലയളവിലേക്ക് ആ സമയത്ത് സംഭവിക്കുന്ന എല്ലാ ട്രാൻസാക്ഷൻസും, അത് ട്രാൻസാക്ഷൻസ് വ്യത്യസ്തമായിരിക്കും കേട്ടോ, ഇൻഡിപെൻഡൻറ്റ് ട്രാൻസാക്ഷൻസ് ആയിരിക്കും, അവയ്ക്ക് ഓരോന്നിനും നമ്മൾ ഗ്യാരണ്ടിയാണ് എന്ന് ഉറപ്പ് നൽകുകയാണെങ്കിൽ അതാണ് കണ്ടിന്യൂയിങ് ഗ്യാരണ്ടി. അപ്പോൾ നമ്മൾ കണ്ടിന്യൂയിങ് ഗ്യാരണ്ടി പറയുമ്പോൾ സെക്ഷൻ 129 കോട്ട് ചെയ്യാറുള്ളത്. അതായത് ഒരു പെർട്ടിക്കുലർ പീരിയഡിലെ ഓരോ ട്രാൻസാക്ഷനും, ഈച്ച് ആൻഡ് എവറി ഇൻഡിപെൻഡൻറ്റ് ട്രാൻസാക്ഷൻസ് ഡ്യൂറിങ് ദാറ്റ് പീരിയഡ്, ആ സീരീസ് ഓഫ് ട്രാൻസാക്ഷൻ നമ്മൾ ഗ്യാരണ്ടി നൽകുകയാണെങ്കിൽ അതാണ് കണ്ടിന്യൂയിങ് ഗ്യാരണ്ടി. ഇപ്പോൾ നമ്മളൊരു കളക്ഷൻ ഏജൻറ്റിന് ഗ്യാരണ്ടി നിൽക്കുകയാണ്, 2024 അവൻ ചെയ്ത എല്ലാ ആക്ടിവിറ്റിക്കും, അവൻ എന്തെല്ലാം ചെയ്തിട്ടുണ്ടോ അതിനെല്ലാം ഞാൻ ഗ്യാരണ്ടിയാണ് എന്ന് പറയുമ്പോൾ അതിൽ എന്തൊക്കെ വരുന്നുണ്ടോ, ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള പല ട്രാൻസാക്ഷനും ഉണ്ടാവും, എല്ലാത്തിനും നമ്മൾ ഗ്യാരണ്ടി ഉണ്ട്. അപ്പോൾ കണ്ടിന്യൂയിങ് ഗ്യാരണ്ടി നോക്കുന്ന സമയത്ത് അതിൻ്റെ ചില പ്രത്യേകതയാണ്. ആദ്യം നമ്മൾ പറഞ്ഞത് തന്നെ, ഇറ്റ് അപ്ലൈസ് ടു എ സീരീസ് ഓഫ് ഇൻഡിപെൻഡൻറ്റ് ട്രാൻസാക്ഷൻ. എൻറ്റയർ കൺസിഡറേഷനായി രൂപീകരിക്കപ്പെടുന്നതല്ല കണ്ടിന്യൂയിങ് ഗ്യാരണ്ടി, അതൊരു സ്പെസിഫിക് ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുക. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 10 വർഷത്തേക്ക് ലീസിന് എടുക്കുകയാണ് ഒരാൾ ഒരു ബിൽഡിംഗ്. അപ്പോൾ ആ ലീസിൻ്റെ റെൻറ്റിന് നമ്മൾ ഗ്യാരണ്ടി നിൽക്കുന്നു. അപ്പോൾ ആ 10 വർഷത്തേക്കുള്ള ലീസിങ് എഗ്രിമെൻ്റ് എന്ന് പറയുന്നത് ഒരു എഗ്രിമെൻ്റാണ്, ഒരു എൻറ്റയർ കൺസിഡറേഷൻ വരുന്നതാണ്. അതിന് നമ്മൾ ഗ്യാരണ്ടി കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു 7 വർഷം കഴിഞ്ഞ് അയാൾ അതിൽ നിന്ന് പിന്മാറി, അല്ലെങ്കിൽ അയാൾ പേയ്മെൻറ്റ് കൊടുക്കുന്നത് ഡിഫാൾട്ട് വരുത്തി, അപ്പോൾ നമ്മുടെ ഷുവർട്ടി ഒരു നോട്ടീസ് കൊടുക്കുകയാണ്, ഇനി 3 വർഷത്തേക്ക് ഞാൻ ഗ്യാരണ്ടി അല്ല എന്ന് പറഞ്ഞാൽ അതൊരിക്കലും നടക്കില്ല. കാരണം അതൊരു എൻറ്റയർ കൺസിഡറേഷനോട് കൂടി രൂപീകരിക്കപ്പെട്ടതാണ്, ഒറ്റ സിംഗിൾ ട്രാൻസാക്ഷൻ പോലെയാണത്. കണ്ടിന്യൂയിങ് എന്ന് പറയുമ്പോൾ അങ്ങനെയല്ല, എല്ലാ ഇൻഡിപെൻഡൻറ്റ് ട്രാൻസാക്ഷൻസിനും നമ്മൾ എന്ത് ചെയ്യുന്നു, ഗ്യാരണ്ടി നിൽക്കുന്നു. അപ്പോൾ അവിടെ സെപ്പറേറ്റ് കോൺട്രാക്റ്റുകളായിരിക്കും, ഒരു എഗ്രിമെൻറ്റ് മാത്രമല്ല വരുന്നത്, ഇൻഡിപെൻഡൻ്റ് ആയ ഒരുപാട് എഗ്രിമെൻറ്റ്സ് ആ പെർട്ടിക്കുലർ പീരിയഡിലെ സീരീസ് ഓഫ് ട്രാൻസാക്ഷൻ,
അതിന് മൊത്തത്തിൽ നമ്മൾ ഗ്യാരണ്ടി നിൽക്കുകയാണെങ്കിൽ അതാണ് എന്ത് പറയുന്നത്, കണ്ടിന്യൂയിങ് ഗ്യാരണ്ടി. പിന്നെ രണ്ടാമതായിട്ട് നമ്മൾ ഈ കണ്ടിന്യൂയിങ് ഗ്യാരണ്ടി ആണോ അതല്ലെങ്കിൽ സിംഗിൾ ഗ്യാരണ്ടി ആണോ സ്പെസിഫിക് ഗ്യാരണ്ടി ആണോ എന്നൊക്കെ ഡിസൈഡ് ചെയ്യുന്ന സമയത്ത് ഏറ്റവും ആദ്യം ശ്രദ്ധിക്കേണ്ടത് ഇൻറ്റൻഷൻ ഓഫ് ദ പാർട്ടീസ് ആണ്. അവർ ആ കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യുമ്പോൾ എന്തായിരുന്നു അവരുടെ ഇൻറ്റൻഷൻ. ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ട്രാൻസാക്ഷന് മാത്രം ഗ്യാരണ്ടി നൽകുക എന്നതാണെങ്കിൽ അത് സ്പെസിഫിക് ആണ്. അതിനപ്പുറം വരുന്ന ട്രാൻസാക്ഷൻസിന് അവർക്ക് ബാധ്യതയുണ്ടാവില്ല. ഇപ്പോൾ എക്സാമ്പിളായിട്ട് പറയുന്നുണ്ട്, എ ബിക്ക് ഗ്യാരണ്ടീസ് പേയ്മെൻറ്റ് ടു ബി ഓഫ് ദ പ്രൈസ് ഓഫ് 5 sacks ഓഫ് ഫ്ലോർ. 5 ചാക്ക് മാവ് സപ്ലൈ ചെയ്യുന്നതിൻ്റെ പ്രൈസിന് സിക്കാണ് ഡെലിവർ ചെയ്യുന്നത്. ഡെലിവേർഡ് ബൈ ബി ടു സിക്ക് 5 ചാക്ക് മാവ് നൽകുന്നതിന് എ ഗ്യാരണ്ടി നിൽക്കുകയാണ്. 5 ചാക്ക് മാവ് നൽകുന്നതിന് ഞാൻ ഗ്യാരണ്ടിയാണ്. അപ്പോൾ ആ ഒരു പർട്ടിക്കുലർ മന്തിൽ 5 ചാക്ക് ആദ്യം കൊടുത്തു, പിന്നീട് വീണ്ടും 4 ചാക്ക് ഇയാൾ ഡെലിവർ ചെയ്ത് കൊടുത്തു. അപ്പോൾ ആ എക്സ്ട്രാ കൊടുത്ത 4 ചാക്കിൻ്റെ പൈസയ്ക്ക് നമ്മുടെ ഷുവർട്ടിക്ക് ബാധ്യതയില്ല. അപ്പോൾ അവരുടെ ഇൻറ്റൻഷൻ നോക്കണം. ആ മന്തിൽ മൊത്തം സപ്ലൈക്കും അയാൾ പറയുന്നില്ല, ആദ്യത്തെ 5 സാക്സിന് മാത്രമാണ് ഗ്യാരണ്ടി കൊടുക്കുന്നത്. അപ്പോൾ ഇയാളുടെ ലയബിലിറ്റി എന്ന് പറയുന്നത് ആ 5 സാക്സിൻ്റെ പേയ്മെൻറ്റ് കൊടുക്കുന്നതിന് മാത്രമാണ്. പിന്നെ കണ്ടിന്യൂയിങ് ഗ്യാരണ്ടി നൽകുന്ന സമയത്ത് നമ്മളൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, വെദർ ഇറ്റ് ഈസ് ഫോർ എ പാർട്ട് ഓഫ് ദ എൻറ്റയർ ഡെപ്റ്റ് ഓർ എൻറ്റയർ ഡെപ്റ്റ് വിത്ത് എ ലിമിറ്റ്. കേട്ടാൽ നമ്മൾക്ക് രണ്ടും തമ്മിൽ വലിയ വ്യത്യാസം തോന്നില്ല. പക്ഷേ ഇവിടെയുള്ള പ്രത്യേകത എന്ന് പറയുന്നത്, ആദ്യത്തെ കേസിൽ മൊത്തം ഡെപ്റ്റിൻ്റെ ഒരു ഭാഗം ആണ് നമ്മൾ ഗ്യാരണ്ടി കൊടുക്കുന്നത്. രണ്ടാമത്തെ കേസിൽ മൊത്തം ഡെപ്റ്റിനും നമ്മൾ ഗ്യാരണ്ടിയാണ്, പക്ഷേ ഒരു ലിമിറ്റ് വരെ. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇതിൽ തന്നെ പറയുന്നുണ്ട് 3 വ്യക്തികൾ, എയും ബിയും സിയും. സി ആണോ എസ് ആണോ നോക്കട്ടെ. അതിൽ എക്സാമ്പിളായിട്ട് പറയുന്നത്, എസ് ഗാവ്സ് ഗ്യാരണ്ടി ടു ദ ലോൺസ് ടേക്കൺ ഫ്രം ടൈം ടു ടൈം ബൈ പി ഫ്രം സി. അതായത് എസും പിയുമാണ്. സിയിൽ നിന്ന് ലോൺ എടുക്കുന്നുണ്ട്. പി എന്ന് പറയുന്ന വ്യക്തിയാണ് ലോൺ എടുക്കുന്നത്. അപ്പോൾ സി ക്രെഡിറ്റർ, പി ഡെപ്റ്റർ. അപ്പോൾ ഇതിന് എസ് എന്ന് പറയുന്ന ആളാണ് ഗ്യാരണ്ടി നിൽക്കുന്നത്. ഗ്യാരണ്ടി നിൽക്കുന്നത് മൊത്തത്തിലുള്ള കടത്തിൻ്റെ എമൗണ്ട് എന്ന് പറയുന്നത് 10,000 ആണ്. ആദ്യത്തെ സിറ്റുവേഷനിൽ ഇയാൾ എസ് എങ്ങനെയാണ് ഗ്യാരണ്ടി കൊടുക്കുന്നത്, 5,000 രൂപയ്ക്ക് ഞാൻ ഗ്യാരണ്ടി, ബാക്കി 5,000 രൂപയ്ക്ക് ഗ്യാരണ്ടി ഇല്ല. മൊത്തം 10,000 രൂപയാണ്. അപ്പോൾ അതിൽ ആദ്യം നമ്മൾ ലിമിറ്റ് പറയുകയാണ്, നമ്മൾ എത്ര ഡെപ്റ്റിനാണ് ഗ്യാരണ്ടി, 5,000 രൂപ വരെ ഞാൻ ഗ്യാരണ്ടി. രണ്ടാമത്തെ സിറ്റുവേഷനിൽ പറയുന്നത് മൊത്തം ഡെപ്റ്റിനും, അതായത് 10,000നും ഞാൻ ഗ്യാരണ്ടി ഉണ്ട്, പക്ഷേ പരമാവധി 5,000 രൂപ വരെ ഞാൻ തരൂ എന്ന് പറഞ്ഞിട്ടാണ് ഗ്യാരണ്ടി കൊടുക്കുന്നത്. ആദ്യത്തേതിൽ 5,000 ഡെപ്റ്റിന് ഞാൻ ഗ്യാരണ്ടി, രണ്ടാമത്തേതിൽ എൻ്റയർ ഡെപ്റ്റിന് ഗ്യാരണ്ടി, പക്ഷെ മാക്സിമം 5,000 രൂപ വരെ തരും. രണ്ടും കേൾക്കുമ്പോൾ നമുക്ക് തോന്നും രണ്ടിലും ഇയാളുടെ ലയബിലിറ്റി 5,000 ആണ്. പക്ഷേ എപ്പോഴെങ്കിലും കോടതി നമ്മൾ ഡെപ്റ്ററെ ഇൻസോൾവൻ്റ് ആണ് എന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ആ സമയത്തുണ്ടാകുന്ന സാഹചര്യത്തിലാണ് വ്യത്യാസം. അപ്പോൾ ഈ കേസിലും നമ്മുടെ കോർട്ട് എന്ത് പറയാണ്, ഇൻസോൾവൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ ഇയാളുടെ കേസിൽ പറയുന്നത് 40 പൈസ, അതായത് 40 പൈസയെ വെച്ചിട്ട് അദ്ദേഹത്തിൻ്റെ എസ്റ്റേറ്റിൽ നിന്ന് എടുക്കാം. പ്രിൻസിപ്പൽ ഡെപ്റ്റർ ഇൻസോൾവ് ആകുമ്പോൾ ലെറ്റസ് സപ്പോസ് ദാറ്റ് പി ഹാസ് ബീൻ ഡിക്ലെയർഡ് ഇൻസോൾവൻറ്റ്. നമ്മളുടെ ഡെപ്റ്ററെ ഇൻസോൾവൻ്റ് ആണ്, അയാൾ പാപ്പരായി എന്ന് പറഞ്ഞ് കോടതി വിധിച്ചു. ആൻഡ് ഹിസ് എസ്റ്റേറ്റ് ക്യാൻ ഓൺലി റീപേ 40 പൈസ ഇൻ എ റുപ്പി. 1 രൂപയ്ക്ക് 40 പൈസ വെച്ച് എസ്റ്റേറ്റിൽ നിന്ന് എടുക്കാം. അപ്പോൾ ആദ്യത്തെ സിറ്റുവേഷനിൽ നോക്കാം, മൊത്തം സിക്ക് കിട്ടാനുള്ളത് 10,000 രൂപയാണ്. ആ 10,000 രൂപയിൽ 5,000 രൂപ എസ് നൽകും. എസ് പാർട്ട് പേയ്മെൻറ്റ് പറഞ്ഞിട്ടുണ്ട് 5,000. അപ്പോൾ ആ 5,000ത്തിൻ്റെ മുഴുവൻ അവകാശവും എസ്സിനാണ്. അപ്പോൾ സിക്ക് 5,000 രൂപ എസ്സിൻ്റെ കയ്യിൽ നിന്ന് കിട്ടും. പിന്നെ എസ്റ്റേറ്റിൽ നിന്ന് അറ്റ് ദ റേറ്റ് ഓഫ് 40 പൈസ വെച്ചുകൊണ്ട് ബാക്കിയുള്ള 5,000ത്തിൻ്റെ 40%, അതായത് 2,000 രൂപ. അങ്ങനെ ടോട്ടൽ സിക്ക്
7000 രൂപ കിട്ടും. ആദ്യത്തെ സിറ്റുവേഷനിൽ സിക്ക് 7000 രൂപ കിട്ടും ക്രെഡിറ്റർക്ക്. ഇനി എസ്സിനോ, എസ് 5000 രൂപയുടെ ഫുൾ ഉത്തരവാദിത്വം എസ്സിനാണ്. അപ്പോൾ ആ 5000 രൂപയിലേക്ക് ഇൻസോൾവൻസി പേയ്മെൻറ്റ് പ്രകാരം എത്രയാണ് കിട്ടുക? 5000 ഇൻറ്റു 40 പൈസ, അതായത് 1 രൂപയ്ക്ക് 40 പൈസ നിരക്കിലാണ് കിട്ടുന്നത്. അപ്പോൾ എസ്സിന് നമ്മുടെ ഡെപ്റ്ററുടെ കയ്യിൽ നിന്ന് എസ് ശരിക്കും 5000 രൂപ കൊടുക്കുന്നുണ്ട്, അതിന് പകരമായിട്ട് എത്രയേ കിട്ടുള്ളൂ? 2000 അയാളുടെ എസ്റ്റേറ്റിൽ നിന്ന്. അപ്പോൾ ഇവിടെ 7000 ക്രെഡിറ്റർക്കും കിട്ടി, 2000 എസ്സിനും കിട്ടി. ഇൻസോൾവൻസി ഡിക്ലറേഷൻ വരുമ്പോഴാണ് കേട്ടോ ഈ വ്യത്യാസം വരുന്നത്. ഇനി രണ്ടാമത്തെ സിറ്റുവേഷൻ എടുക്കാം. എൻറ്റയർ ഡെപ്റ്റിനും ഗ്യാരണ്ടി എസ് ആണ്, പക്ഷെ പരമാവധി അയാൾ എത്ര രൂപയെ കൊടുക്കുള്ളൂ? 5000 രൂപ. അപ്പോൾ സിക്ക് എത്ര രൂപയാണ് കിട്ടുന്നത്? സിക്ക് എസിൻ്റെ കയ്യിൽ നിന്ന് 5000 കിട്ടും. കാരണം മാക്സിമം എൻറ്റയർ ഡെപ്റ്റിനുമുള്ള മാക്സിമം പൈസ ആർക്ക് കിട്ടുന്നത്? സിക്ക്. എസിൻ്റെ കയ്യിൽ നിന്ന് എത്ര രൂപ കിട്ടി? 5000 രൂപ കിട്ടി. ഇനി എസ്റ്റേറ്റിൽ നിന്നോ മൊത്തം ഡെപ്റ്റിനുമാണ് ഗ്യാരണ്ടി നിന്നിട്ടുള്ളത്. അപ്പോൾ ഡെപ്റ്റിൻ്റെ മൊത്തം അവകാശം നമ്മുടെ ക്രെഡിറ്റർക്കാണ്. അപ്പോൾ ആ മൊത്തം 10,000-ൻ്റെ 40% കിട്ടുന്നത് ക്രെഡിറ്റർക്കാണ്. അപ്പോൾ 4000 രൂപ. ടോട്ടൽ 9000 റുപ്പീസ് നമ്മളുടെ സിക്ക് കിട്ടും. ഷുവർട്ടിക്ക് എന്തെങ്കിലും കിട്ടുമോ? ഇല്ല. കാരണം അയാൾ ഗ്യാരണ്ടി നിന്നത് എൻറ്റയർ എമൗണ്ട് വിത്ത് മാക്സിമം ലിമിറ്റിലാണ്. എൻറ്റയർ എമൗണ്ടിനും അയാൾ ഗ്യാരണ്ടിയാണ്, പക്ഷേ അയാൾ 5000 രൂപയെ കൊടുക്കുള്ളൂ. ഒരു കുഴപ്പമില്ല, ക്രെഡിറ്റർക്ക് ബാക്കിയുള്ള എമൗണ്ടിന് ഇൻസോൾവൻസി ഡിക്ലറേഷൻ പ്രകാരമുള്ള പേയ്മെൻറ്റ് കിട്ടും. അപ്പോൾ ഇവിടെയും നമ്മളുടെ ഷുവർട്ടി 5000 കൊടുത്തത്, ഇവിടെയും 5000 കൊടുത്തത്. പക്ഷേ ആദ്യത്തെ കേസിൽ 2000 രൂപ അയാൾക്ക് റിക്കവർ ചെയ്തെടുക്കാൻ പറ്റി ഡെപ്റ്ററുടെ കയ്യിൽ നിന്ന്. പക്ഷേ രണ്ടാമത്തെ കേസിൽ അങ്ങനെ റിക്കവർ ചെയ്യാൻ പറ്റില്ല. കാരണം എൻറ്റയർ എമൗണ്ട് വിത്ത് മാക്സിമം ലിമിറ്റ് എന്നുള്ള ഗ്യാരണ്ടിയാണ് ഷുവർട്ടി നൽകിയിരുന്നത്. അപ്പോൾ ഓരോ കേസിലും നമ്മൾ എങ്ങനെയാണോ ഗ്യാരണ്ടി നൽകുന്നത്, അത് കണ്ടിന്യൂയിങ് ഗ്യാരണ്ടിയിൽ നമ്മൾ എല്ലാ പ്രൊവിഷൻസും നോക്കി വേണം ഏത് ടൈപ്പ് കണ്ടിന്യൂ ഗ്യാരണ്ടി തീരുമാനിക്കണം അല്ലെങ്കിൽ പ്രൊവൈഡ് ചെയ്യണമെന്ന് ഷുവർട്ടി തീരുമാനിക്കാൻ. അപ്പോൾ ഗ്യാരണ്ടി 2 ടൈപ്സിലുണ്ട്, സ്പെസിഫിക് ഗ്യാരണ്ടി ആൻഡ് കണ്ടിന്യൂയിങ് ഗ്യാരണ്ടി. നെക്സ്റ്റ് ടോപ്പിക്, റിവോക്കേഷൻ ഓഫ് കണ്ടിന്യൂയിങ് ഗ്യാരണ്ടീസ്. ടൈപ്സ് ഓഫ് ഗ്യാരണ്ടിയിൽ നമ്മൾ പറഞ്ഞു സ്പെസിഫിക് ഗ്യാരണ്ടി ആവാം, കണ്ടിന്യൂയിങ് ഗ്യാരണ്ടി ആവാം. അപ്പോൾ കണ്ടിന്യൂയിങ് ഗ്യാരണ്ടി എന്ന് പറയുമ്പോൾ ഒരു സ്പെസിഫിക് ടൈം പീരിയഡിൽ എ സീരീസ് ഓഫ് ഇൻഡിപെൻഡൻറ്റ് ട്രാൻസാക്ഷൻസിനാണ് നമ്മൾ ഗ്യാരണ്ടി കൊടുക്കുന്നത്. അത് എപ്പോഴൊക്കെയാണ് നമ്മൾക്ക് ക്യാൻസൽ ചെയ്യാൻ പറ്റുന്നത് അല്ലെങ്കിൽ അതിൻ്റെ വാലിഡിറ്റി അവസാനിപ്പിക്കാൻ പറ്റുന്നത്? ഏറ്റവും ആദ്യത്തെ സിറ്റുവേഷൻ എന്ന് പറയുന്നത് ബൈ ഗിവിങ് എ നോട്ടീസ് ഓഫ് റിവോക്കേഷൻ. A surety can discharge his liability or he can end his liability by giving a notice to the creditor. അതായത് ഡെപ്റ്റർക്ക് വേണ്ടിയാണ് നമ്മുടെ ഷുവർട്ടി ജാമ്യം നിൽക്കുന്നത്. അപ്പോൾ ഒരു വർഷത്തേക്ക് മുഴുവൻ 12 മാസവും അയാൾ നടത്തുന്ന എല്ലാ ഇടപാടുകൾക്കും ഗ്യാരണ്ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇപ്പോൾ ഒരു 10 മാസം കഴിയുമ്പോൾ ഷുവർട്ടി പറയുകയാണ് ഇത് സെപ്പറേറ്റ് ട്രാൻസാക്ഷൻ ആവണം കേട്ടോ. അപ്പോൾ ഷുവർട്ടി പറയുകയാണ് എനിക്കിനി ഇതിൽ തുടരാൻ താല്പര്യമില്ല എന്നൊരു നോട്ടീസ് ക്രെഡിറ്റർക്ക് നൽകിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ലയബിലിറ്റി അവിടെ കഴിയും. ആ കണ്ടിന്യൂയിങ് ഗ്യാരണ്ടി അവിടെ അവസാനിപ്പിക്കാൻ കഴിയും, ക്യാൻസൽ ചെയ്യാൻ കഴിയും. രണ്ടാമതായി പറയുന്നത് ബൈ ഡെത്ത് ഓഫ് ഷുവർട്ടിയാണ്. നമ്മളുടെ എഗ്രിമെൻറ്റിൽ കോൺട്രറി ആയിട്ട് ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ നോർമൽ ഒരു ഷുവർട്ടി എഗ്രിമെൻറ്റിൽ അല്ലെങ്കിൽ കോൺട്രാക്ട് ഓഫ് ഗ്യാരണ്ടിയിൽ കണ്ടിന്യൂയിങ് ഗ്യാരണ്ടി വിൽ ബി സ്റ്റോപ്പ്ഡ് ആഫ്റ്റർ ദ ഡെത്ത് ഓഫ് ദ ഷുവർട്ടി. നമ്മുടെ ഷുവർട്ടി മരിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം നൽകിയ കണ്ടിന്യൂയിങ് ഗ്യാരണ്ടിയും ഓട്ടോമാറ്റിക്കലി അവസാനിപ്പിക്കപ്പെടും. ദെൻ മൂന്നാമതായി പറയുന്നത് it may be revoked in the same manner when surety is discharged from his liability. എപ്പോഴാണോ ഷുവർട്ടി അദ്ദേഹത്തിൻ്റെ ലയബിലിറ്റിയിൽ നിന്ന് വേറെ പല കാരണങ്ങൾ കൊണ്ടും അദ്ദേഹത്തിൻ്റെ ലയബിലിറ്റി അവസാനിക്കാം. അങ്ങനെ അദ്ദേഹത്തിൻ്റെ ലയബിലിറ്റി അവസാനിക്കുന്ന സമയത്ത് അദ്ദേഹം നൽകിയ കണ്ടിന്യൂയിങ് ഗ്യാരണ്ടിയും അവസാനിപ്പിക്കപ്പെടും. അതിൽ വരുന്ന സിറ്റുവേഷൻസ് എന്ന് പറയുന്നത് നോവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ലാസ്റ്റ് ടോപ്പിക്കിൽ പഠിക്കും, ഡിസ്ചാർജ് ഓഫ് ഷുവർട്ടീസ് ലയബിലിറ്റി എന്ന് പറയുന്ന ടോപ്പിക്കിൽ.
നോവേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ എഗ്രിമെൻറ്റിൽ ഏതെങ്കിലും പുതിയ വകുപ്പുകളൊക്കെ ആഡ് ചെയ്യുന്ന സമയത്ത് പഴയ എഗ്രിമെൻറ്റ് ഇൻവാലിഡ് ആയി പോകും. അപ്പോൾ അത് പ്രകാരമുള്ള ലയബിലിറ്റി അവിടെ അവസാനിപ്പിക്കപ്പെടും. ഇൻവാരിയൻസ് ഓഫ് ടേംസ് ഓഫ് കോൺട്രാക്റ്റിലുള്ള ഏതെങ്കിലും വകുപ്പുകൾ, ഇപ്പോൾ നോവേഷനിൽ എന്ന് പറയുമ്പോൾ കരാറ് പുതുക്കുകയാണ്, പുതിയൊരു കരാറ് രൂപീകരിക്കുകയാണ്. രണ്ടാമത്തേതിൽ അങ്ങനെയല്ല, എക്സിസ്റ്റിംഗ് കരാറിൽ തന്നെ എന്തെങ്കിലും വകുപ്പുകളിൽ വ്യത്യാസം വരുത്തുക, ഷുവർട്ടിയുടെ സമ്മതമില്ലാതെയൊക്കെ ക്രെഡിറ്ററോ ഡെപ്റ്ററോ മാറ്റം വരുത്തിയാൽ ഷുവർട്ടിക്ക് ആ എഗ്രിമെൻറ്റ് പ്രകാരമുള്ള ലയബിലിറ്റി ഉണ്ടാകില്ല. മൂന്നാമതായി റിലീസ് ഓഫ് പ്രിൻസിപ്പൽ ഡെപ്റ്റർ. ഡെപ്റ്റർക്ക് ജാമ്യമായിട്ടാണ് ഷുവർട്ടി നിൽക്കുന്നത്. അപ്പോൾ ഡെപ്റ്ററുടെ ബാധ്യതകളെല്ലാം ഫ്രീ ആയി കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ലയബിലിറ്റീസിൽ നിന്ന് ഫ്രീ ആകുന്ന സമയത്ത് നമ്മളുടെ ഷുവർട്ടിയും ഓട്ടോമാറ്റിക്കലി ലയബിലിറ്റിയിൽ നിന്ന് ഫ്രീ ആവും. പിന്നെ വരുന്നത് ക്രെഡിറ്റർ എൻഡേഴ്സ് ഇൻ ടു എൻ അഗ്രിമെൻറ്റ് വിത്ത് ഡെപ്റ്റർ. നമ്മുടെ ക്രെഡിറ്റർ എന്ത് ചെയ്യാണ്? പ്രിൻസിപ്പൽ ഡെപ്റ്ററുമായി പുതിയ ഏതെങ്കിലും എഗ്രിമെൻറ്റുകളിൽ എൻ്റർ ചെയ്യാം. അങ്ങനെ ആകുമ്പോൾ ആ പഴയ എഗ്രിമെൻറ്റ് ഈ ഷുവർട്ടി അറിയാതെയൊക്കെ ആയിരിക്കും ഇവർ ആ എഗ്രിമെൻറ്റിൽ മാറ്റം വരുത്തുകയോ പുതിയ എഗ്രിമെൻറ്റിൽ എൻ്റർ ചെയ്യുകയോ ചെയ്യുന്നത്. അപ്പോൾ പഴയ എഗ്രിമെൻറ്റിലെ ഷുവർട്ടിയുടെ ബാധ്യത ക്യാൻസൽ ചെയ്യപ്പെടും. ദെൻ ലാസ്റ്റിൽ പറയുന്നത് ലോസ് ഓഫ് സെക്യൂരിറ്റിയും അതേപോലെ ക്രെഡിറ്റേഴ്സ് ആക്ട് ഓഫ് ഒമിഷനുമാണ്. നമ്മൾ ഡെപ്റ്റ് എടുക്കുന്ന സമയത്ത് ഡെപ്റ്റർ എന്തെങ്കിലും സെക്യൂരിറ്റി ക്രെഡിറ്റിയെ ഏൽപ്പിച്ചിട്ടുണ്ടെന്ന് വിചാരിക്കുക, ക്രെഡിറ്ററെ, അതായത് ഗോൾഡോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രോപ്പർട്ടിയോ എന്തെങ്കിലും സെക്യൂരിറ്റി നമ്മുടെ ക്രെഡിറ്ററെ ഏൽപ്പിച്ചിട്ടുണ്ട്. ക്രെഡിറ്ററിൻ്റെ കയ്യിൽ നിന്ന് ആ സെക്യൂരിറ്റി നഷ്ടപ്പെടുകയാണെങ്കിൽ, അപ്പോൾ യഥാർത്ഥത്തിൽ ഡെപ്റ്റർ ആ പേയ്മെൻറ്റ് അടച്ചിട്ടില്ലെങ്കിൽ ആ ഡെപ്റ്റർ നൽകിയ സെക്യൂരിറ്റിക്ക് അവകാശം ഷുവർട്ടി പേയ്മെൻറ്റ് കൊടുത്താൽ ഷുവർട്ടിക്കാണ്. അപ്പോൾ ആ സെക്യൂരിറ്റി ഏതെങ്കിലും രീതിയിൽ നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ എഗ്രിമെൻറ്റ് തന്നെ അവിടെ ക്യാൻസലായി പോവും. അപ്പോൾ ഷുവർട്ടിയുടെ ലയബിലിറ്റിയും ക്യാൻസലായി പോവും. പിന്നെ എന്തെങ്കിലും തരത്തിലുള്ള ഒമിഷൻ ആക്ട് നമ്മുടെ ക്രെഡിറ്ററുടെ ഭാഗത്തു നിന്നുണ്ടാകുമ്പോഴും ആ കരാറ് ലാപ്സായി പോകും. അപ്പോൾ ഷുവർട്ടിയുടെ ബാധ്യത ഇല്ലാതെയാവും. ഷുവർട്ടിയുടെ ബാധ്യത ഇല്ലാതെയാവുമ്പോൾ നമ്മുടെ കണ്ടിന്യൂയിങ് ഗ്യാരണ്ടി റിവോക്ക് ചെയ്യപ്പെടും. ഇനി നമ്മൾക്ക് നോക്കാനുള്ളത് ഷുവർട്ടിയുടെ അവകാശങ്ങളാണ്. ഷുവർട്ടിയുടെ ലയബിലിറ്റി എന്താണെന്ന് നമുക്കറിയാം. ഇഫ് ദ പ്രിൻസിപ്പൽ ഡെപ്റ്റർ മേക്സ് എനി ഡിഫോൾട്ട് ഇൻ ദ റീപേയ്മെൻറ്റ് ഓഫ് ദ ഡെപ്റ്റ്, ദ ഷുവർട്ടി മസ്റ്റ് റീപേ ഇറ്റ്. അതാണ് അദ്ദേഹത്തിൻ്റെ ലയബിലിറ്റി. പ്രിൻസിപ്പൽ ഡെപ്റ്റർ കടം തിരിച്ചടയ്ക്കുന്നതിൽ വീഴ്ച വരുത്തിയാൽ ജാമ്യക്കാരൻ പേയ്മെൻറ്റ് കൊടുക്കണം. ആ പേയ്മെൻറ്റ് കൊടുക്കുന്ന ജാമ്യക്കാരന് ഒരുപാട് അവകാശങ്ങളുണ്ട്. അദ്ദേഹത്തിൻ്റെ റൈറ്റ്സ് മെയിനായിട്ട് 3 കാറ്റഗറിയാണ്: എഗെയിൻസ്റ്റ് പ്രിൻസിപ്പൽ ഡെപ്റ്റർ, എഗെയിൻസ്റ്റ് ക്രെഡിറ്റർ, എഗെയിൻസ്റ്റ് കോ ഷുവർട്ടീസ്. ഡെപ്റ്ററിനോട് ചില അവകാശങ്ങളുണ്ട്, ക്രെഡിറ്ററിൻ്റെ അടുത്ത് നിന്ന് ചില അവകാശങ്ങളുണ്ട്, കൂടെയുള്ള സഹജാമ്യക്കാരിൽ നിന്നും അവകാശങ്ങളുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ റൈറ്റ്സ് ഓഫ് ഷുവർട്ടി എന്ന് പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് റൈറ്റ് ഡെപ്റ്റർക്കെതിരെയുള്ള അവകാശമാണ് പറയുന്നത്. റൈറ്റ് ഓഫ് സബ്രോഗേഷൻ. സെക്ഷൻ 140 പ്രകാരമാണ് സബ്രോഗേഷൻ എന്ന് പറയുന്ന റൈറ്റിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. സബ്രോഗേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേർഡ് മീനിങ് സ്റ്റെപ്പ് ഇൻ ടു അനദേഴ്സ് ഷൂ എന്നാണ്. വേറൊരാളുടെ ഷൂ നമ്മൾക്ക് ഉപയോഗിക്കാനുള്ള അവകാശം, അതായത് മറ്റൊരാളുടെ അവകാശം നമ്മളിലേക്ക് എത്തിച്ചേരുന്നു. ഷുവർട്ടിയുടെ കേസിൽ എപ്പോഴാണോ ഡെപ്റ്റർക്ക് വേണ്ടി ഡെപ്റ്ററുടെ കടം ഷുവർട്ടി അടച്ചു തീർക്കുന്നത് അതുവരെ ക്രെഡിറ്റർക്കുണ്ടായിരുന്ന അവകാശങ്ങൾ പിന്നീട് ഷുവർട്ടിക്കാണ്. അതായത് ഈ അടച്ച പൈസ ഡെപ്റ്ററിൽ നിന്ന് ഈടാക്കാനും, പലിശയുണ്ടെങ്കിൽ അത് ഈടാക്കാനും, ക്രെഡിറ്റർക്ക് കൊടുത്തിരുന്ന സെക്യൂരിറ്റി കൈവശം വയ്ക്കാനും എല്ലാ അവകാശവും പിന്നീട് ഷുവർട്ടിക്കാണ്. അപ്പോൾ ആ ക്രെഡിറ്ററുടെ അവകാശങ്ങൾ മുഴുവൻ ആരിലേക്ക് എത്തുന്നു? ഷുവർട്ടിയിലേക്ക് എത്തുന്നു. അതാണ് സബ്രോഗേഷൻ എന്ന് പറയുന്നത്. അത് വെറുതെ കിട്ടുന്നതല്ല. അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്? ഡെപ്റ്റർ നൽകേണ്ട പേയ്മെൻറ്റ് ഓൺ ബിഹാഫ് ഓഫ് ദ ഡെപ്റ്റർ, ഷുവർട്ടി മേക്സ് ദ പേയ്മെൻറ്റ്, then he can step into the shoes of the creditor. അദ്ദേഹത്തിൻ്റെ എല്ലാ അവകാശങ്ങളും ആർക്ക് കിട്ടും? നമ്മളുടെ ഷുവർട്ടിക്ക് കിട്ടുന്നു. രണ്ടാമത്തെ റൈറ്റ് ഡെപ്റ്റർക്കെതിരെയുള്ള അവകാശമാണ് ഇൻഡെംനിറ്റി. സെക്ഷൻ 145 പ്രകാരം കിട്ടുന്ന റൈറ്റാണ് റൈറ്റ് ഓഫ് ഇൻഡെംനിറ്റി. ഇൻഡെംനിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾക്കറിയാം, നമ്മൾക്കുണ്ടായ ലോസ് നികത്തി തരാം, വേറൊരാൾ നികത്തി തരാണ്. ഇവിടെ ഡെപ്റ്റർക്ക് വേണ്ടി എന്തെല്ലാം പേയ്മെൻറ്റുകളാണോ ഷുവർട്ടി ക്രെഡിറ്റർക്ക് നൽകിയിട്ടുള്ളത്. അപ്പോൾ 5 ലക്ഷം രൂപ ലോണാണ് എടുത്തിരുന്നത്. അപ്പോൾ 5 ലക്ഷം രൂപ ലോണും അതിൻ്റെ കൂടെ ഒരു 50,000 രൂപ പലിശയും ഡെപ്റ്റർക്ക് വേണ്ടി നമ്മുടെ ഷുവർട്ടി അടച്ചു എന്ന് വിചാരിക്കാം. ആ 5,50,000 അദ്ദേഹത്തിന് സംഭവിച്ചൊരു നഷ്ടമാണ്.
ആ 5,50,000 ഡെപ്റ്ററുടെ കയ്യിൽ നിന്ന് ഈടാക്കാനുള്ള അവകാശം ഷുവർട്ടിക്കുണ്ട്. ഇന്നല്ലെങ്കിൽ നാളെ ജാമ്യക്കാരന് ആ കടം, അതായത് ജാമ്യക്കാരന് വന്ന നഷ്ടമാണത്, അത് തിരിച്ചു കൊടുക്കാനുള്ള ബാധ്യത ഡെപ്റ്റർക്കുണ്ട്. അപ്പോൾ ഡെപ്റ്റർക്കെതിരെ 2 റൈറ്റാണ്, സബ്രോഗേഷനും ഇൻഡെംനിറ്റിയും. ഇനി രണ്ടാമത്തെ റൈറ്റ് എന്ന് പറയുന്നത് എഗെയിൻസ്റ്റ് ക്രെഡിറ്റർക്കാണ്. ക്രെഡിറ്റർക്കാണ് നമ്മൾ ഉറപ്പ് കൊടുത്തിട്ടുള്ളത്. ഡെപ്റ്റർ പൈസ തന്നിട്ടില്ലെങ്കിൽ ആ പൈസ ഞാൻ തരാം എന്നുള്ള ഉറപ്പ് ക്രെഡിറ്റർക്കാണ് കൊടുത്തിട്ടുള്ളത്. അയാൾക്കെതിരെയുള്ള അവകാശം എന്ന് പറയുന്നത് സെക്ഷൻ 141 പറയുന്നുണ്ട്, റൈറ്റ് ടു സെക്യൂരിറ്റി. അതായത് ലോൺ എടുക്കുന്ന സമയത്ത്, കടം വാങ്ങിക്കുന്ന സമയത്ത് നമ്മളുടെ ഡെപ്റ്റർ എന്തെങ്കിലും സെക്യൂരിറ്റി ക്രെഡിറ്റർക്ക് നൽകിയിട്ടുണ്ടാവും. അങ്ങനെ എന്തെങ്കിലും സെക്യൂരിറ്റി കൊടുത്തിട്ടുണ്ടെങ്കിൽ എപ്പോഴാണോ ഡെപ്റ്റർ ഡിഫാൾട്ട് വരുത്തുകയും പേയ്മെൻറ്റ് മുഴുവനായും ഷുവർട്ടി അടച്ചു തീർക്കുകയും ചെയ്യുന്നത്, ആ സെക്യൂരിറ്റി വാങ്ങിക്കാനുള്ള അവകാശം ഷുവർട്ടിക്കുണ്ട്. കാരണം പിന്നീട് എപ്പോഴാണോ ഡെപ്റ്റർ പൈസ മുഴുവൻ ഷുവർട്ടിക്ക് കൊടുക്കുന്നത്, ആ സമയത്ത് ആ സെക്യൂരിറ്റി എന്താണോ ആ സെക്യൂരിറ്റി അത് ഡെപ്റ്റർക്ക് തന്നെ തിരിച്ചു നൽകും. ദെൻ രണ്ടാമത്തെ റൈറ്റ് എന്ന് പറയുന്നത് റൈറ്റ് ടു സെറ്റ് ഓഫ്. ഇഫ് ദർ ഈസ് എനി എമൗണ്ട് പെയ്ഡ് ബൈ ദ ഡെപ്റ്റർ ഇറ്റ് വിൽ ബി സെറ്റ് ഓഫ്. അതായത് 5,50,000 പലിശയും 5,50,000 കൊടുക്കാനുള്ളത്. അതിലേക്ക് പലിശയായിട്ട് ഒരു 35,000 രൂപ നമ്മുടെ ഡെപ്റ്റർ ഓൾറെഡി അടച്ചിട്ടുണ്ട് എന്ന് വിചാരിക്കാം ക്രെഡിറ്റർക്ക്. അപ്പോൾ 5,50,000 കിട്ടേണ്ടതിലേക്ക് 35,000 ക്രെഡിറ്റർക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ബാക്കിയുള്ള 5,15,000 മാത്രം നമ്മളുടെ ഷുവർട്ടി കൊടുത്താൽ മതി. 5,50,000 കൊടുക്കാനുള്ളതിലേക്ക് ഓൾറെഡി 35 ഡെപ്റ്റർ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ബാക്കി, ആ എമൗണ്ട് അഡ്ജസ്റ്റ് ചെയ്തതിൻ്റെ ബാക്കി മാത്രം ഷുവർട്ടി കൊടുത്താൽ മതി. അതിനെയാണ് നമ്മൾ എന്ത് പറയുക, റൈറ്റ് ടു സെറ്റ് ഓഫ് എഗെയിൻസ്റ്റ് ദ ക്രെഡിറ്റർ. എന്തെങ്കിലും എമൗണ്ട് ഡെപ്റ്റർ അടച്ചിട്ടുണ്ടെങ്കിൽ ആ എമൗണ്ട് മൈനസ് ചെയ്തിട്ടുള്ള ബാക്കിയുള്ളത് മാത്രമേ നമ്മൾ ആർക്ക് നൽകേണ്ടുള്ളൂ, ക്രെഡിറ്റർക്ക് നൽകേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ റൈറ്റ് എഗെയിൻസ്റ്റ് ഡെപ്റ്ററും റൈറ്റ് എഗെയിൻസ്റ്റ് ക്രെഡിറ്ററും കഴിഞ്ഞു. ഇനി മൂന്നാമത് റൈറ്റ് എഗെയിൻസ്റ്റ് കോ ഷുവർട്ടീസ് ആണ്. ചിലപ്പോൾ ഏതെങ്കിലും ഒരു ഡെപ്റ്റർ ഒരു ഡെപ്റ്റ് ക്രെഡിറ്ററിൽ നിന്ന് വാങ്ങിയതിന് 2-3 പേര് ചേർന്നായിരിക്കും ജാമ്യം നിൽക്കുന്നത്. അങ്ങനെ 2-3 ഷുവർട്ടീസ് ഉണ്ടെങ്കിൽ അവരെയാണ് കോ ഷുവർട്ടീസ് എന്ന് പറയുന്നത്, സഹജാമ്യക്കാർ. അപ്പോൾ ദേ ഹാവ് ഈക്വൽ റെസ്പോൺസിബിലിറ്റി ടു റീപേ ദ ഡെപ്റ്റ്. നമ്മളുടെ എഗ്രിമെൻറ്റിൽ വേറെ പ്രത്യേകിച്ചൊന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ ആ കടബാധ്യത അടച്ചു തീർക്കേണ്ടത് ഈ സഹജാമ്യക്കാരുടെ എല്ലാം ഈക്വൽ റെസ്പോൺസിബിലിറ്റിയാണ്. അപ്പോൾ നമ്മുടെ ഡെപ്റ്റർ എപ്പോഴെങ്കിലും ഡീഫാൾട്ട് വരുത്തുകയാണെങ്കിൽ നമ്മളുടെ ഷുവർട്ടിക്ക് അയാളുടെ ഷെയർ കോൺട്രിബ്യൂട്ട് ചെയ്യേണ്ട ബാധ്യതയേ ഉള്ളൂ. ബാക്കിയുള്ളവരും അതേപോലെ കോൺട്രിബ്യൂട്ട് ചെയ്യണം. അതാണ് റൈറ്റ് ടു കോൺട്രിബ്യൂഷൻ. അവർ എത്ര രൂപയാണോ നൽകേണ്ടത് അത് എഗ്രീഡ് റേഷ്യോവിൽ ഇവർ കൊടുക്കണം. ഈക്വലായിട്ട് കൊടുക്കാമെന്നാണ് പറഞ്ഞിട്ടുള്ളതെങ്കിൽ ഈക്വലായിട്ട് കൊടുക്കണം. അതല്ലെങ്കിൽ എത്രയാണോ അവരുടെ പ്രപ്പോർഷൻ അത് കൊടുക്കണം. സെക്ഷൻ 146 പറയുന്നുണ്ട്, ഇൻ ദ ആബ്സെൻസ് ഓഫ് എനി കോൺട്രാക്ട് ടു ദ കോൺട്രറി ദ കോ ഷുവർട്ടീസ് ആർ ലയബിൾ ടു കോൺട്രിബ്യൂട്ട് ഈക്വലി. വേറൊരു കാര്യവും നമ്മളുടെ എഗ്രിമെൻറ്റിൽ പറയുന്നില്ലെങ്കിൽ 146 സെക്ഷനിൽ പറയുന്നത് എല്ലാ കോ ഷുവർട്ടീസും ഈക്വലായിട്ട് ലയബിലിറ്റി ഷെയർ ചെയ്യണം. അതേപോലെ തന്നെ സെക്ഷൻ 147 പറയുന്നുണ്ട്, എല്ലാ കോ ഷുവർട്ടീസും ഡിഫറെൻ്റ് എമൗണ്ട്സ് ആണ് കോൺട്രിബ്യൂട്ട് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുള്ളത് എങ്കിൽ ദേ ഹാവ് ടു കോൺട്രിബ്യൂട്ട് ഈക്വലി സബ്ജക്ട് ടു ദ മാക്സിമം ഓഫ് ദ എമൗണ്ട് ഗ്യാരണ്ടീഡ് ബൈ ഈച്ച് വൺ. അപ്പോൾ അവർ നൽകാമെന്ന് പറഞ്ഞ കോൺട്രിബ്യൂഷൻ ഡിഫറെൻ്റ് റേഷ്യോവിലായിരിക്കും. അപ്പോൾ ഒരു എമൗണ്ട് ഓഫ് ലോസ് വരുന്ന സമയത്ത് ഇവർ അത് പ്രപ്പോർഷനേറ്റ് ആയിട്ട് എടുക്കണം. ഇപ്പോൾ എക്സാമ്പിളായിട്ട് പറയുന്നുണ്ട്, എ എന്ന് പറയുന്ന ആൾ 10,000, ബി 20,000, സി 40,000. ഇങ്ങനെയാണ് ഇവർ ജാമ്യം നിന്നിട്ടുള്ളത്. അപ്പോൾ ഡിഫാൾട്ട് വരുത്തിയത് 30,000-നാണെന്ന് വിചാരിക്കാം. അപ്പോൾ എ 10,000-ന് ജാമ്യം നിന്നുണ്ട്. അപ്പോൾ 30,000 ഡിഫാൾട്ട് വന്നിട്ടുണ്ട്. എ 10,000 കൊടുക്കണം, ബി 10,000 കൊടുക്കണം. അതായത് ബി എത്രയ്ക്കാണ് നിന്നിട്ടുള്ളത്, 20,000-നാണ്, സി 40,000-നും. അപ്പോൾ 3 പേരും 10 വെച്ച് കൊടുത്തിട്ട് അവർക്ക് ആ എമൗണ്ട് 30,000-ന് ഗ്യാരണ്ടി കൊടുക്കാം. അതല്ല എമൗണ്ട് 40,000 ആയിട്ട് മാറിയിട്ടുണ്ടെങ്കിൽ എയുടെ എമൗണ്ട് 10 തന്നെ കൊടുക്കണം, ബിയും സിയും 15 വെച്ച് കൊടുത്താൽ മതി. കാരണം 20 വരണ വരെ ബിക്കും ആ മാക്സിമം എമൗണ്ടിൻ്റെ കോൺട്രിബ്യൂഷൻ ലിമിറ്റ് നോക്കാം,
സിക്ക് 40,000. അപ്പോൾ കോൺട്രിബ്യൂഷൻ വരുമ്പോഴും അവർ ഈക്വലി അവർക്ക് പരമാവധി എടുക്കാൻ പറ്റുന്ന എമൗണ്ട് ഈക്വലി എടുത്താണ് മാക്സിമം ലിമിറ്റ് തീരുമാനിക്കുന്നത്. അപ്പോൾ ആ രീതിയിലാണ് കോ ഷുവർട്ടീസിൽ നിന്ന് കോൺട്രിബ്യൂഷൻസ് ഉറപ്പുവരുത്താനുള്ള ഒരു അവകാശം നമ്മളുടെ ഷുവർട്ടിക്കുണ്ട്. അപ്പോൾ ഷുവർട്ടിയുടെ റൈറ്റ്സ് എന്ന് പറയുന്നത് ഡെപ്റ്റർക്ക് എതിരെയും റൈറ്റ്സ് ഉണ്ട്, ക്രെഡിറ്റർക്കിൽ നിന്ന് കിട്ടാനുള്ള റൈറ്റ് ഉണ്ട്, നമ്മളുടെ കോ ഷുവർട്ടീസിൽ നിന്ന് കോൺട്രിബ്യൂഷൻ കിട്ടാനുള്ള അവകാശവുമുണ്ട്. സ്പെസിഫിക് കോൺട്രാക്ട്സിലെ കോൺട്രാക്ട് ഓഫ് ഗ്യാരണ്ടി ആൻഡ് ഇൻഡെംനിറ്റിയിലെ ലാസ്റ്റ് ടോപ്പിക്കാണ് ഡിസ്ചാർജ് ഓഫ് ഷുവർട്ടി ഫ്രം ലയബിലിറ്റി. കോൺട്രാക്ട് ഓഫ് ഗ്യാരണ്ടിയിൽ പ്രിൻസിപ്പൽ ഡെപ്റ്റർ എന്തെങ്കിലും ഒരു ഡിഫാൾട്ട് വരുത്തിയാൽ അദ്ദേഹത്തിന് വേണ്ടി പേയ്മെന്റ് നൽകാം എന്ന് പറയുന്ന വ്യക്തിയാണ് നമ്മളുടെ ഷുവർട്ടി, അതായത് ജാമ്യക്കാരൻ. അപ്പോൾ ഏതൊക്കെ സാഹചര്യങ്ങളിലാണ് ഷുവർട്ടിയുടെ ലയബിലിറ്റി അവസാനിപ്പിക്കപ്പെടുന്നത് അല്ലെങ്കിൽ അത് ക്യാൻസൽ ചെയ്യപ്പെടുന്നത്, പിന്നീട് അങ്ങോട്ട് അദ്ദേഹത്തിന് ബാധ്യതയില്ല എന്നുള്ള സിറ്റുവേഷൻ വരുന്നത്? അപ്പോൾ ഡിസ്ചാർജ് ഓഫ് ഷുവർട്ടി ലയബിലിറ്റിയിൽ 3 കാറ്റഗറിയാണ് വരുന്നത്. ഒന്ന് ബൈ റിവോക്കേഷൻ, പിന്നെ ഒന്ന് ബൈ കണ്ടക്ട് ഓഫ് ക്രെഡിറ്റർ, ബൈ ദ ഇൻവാലിഡേഷൻ ഓഫ് കോൺട്രാക്ട്. ആ 3 സാഹചര്യങ്ങളിലും ഷുവർട്ടിയുടെ ലയബിലിറ്റി ഡിസ്ചാർജ് ചെയ്യപ്പെടും അല്ലെങ്കിൽ ഇല്ലാതെയാവും. അപ്പോൾ അതിൽ ഫസ്റ്റ് വൺ റിവോക്കേഷൻ ആണ്, അതായത് ക്യാൻസലേഷൻ പോലെ. എങ്ങനെയൊക്കെയാണ് ക്യാൻസൽ ചെയ്യപ്പെടുന്നത്? ഫസ്റ്റ് വൺ നോട്ടീസ് ബൈ ഷുവർട്ടി. നമ്മുടെ ഷുവർട്ടി തന്നെ നോട്ടീസ് കൊടുക്കുകയാണ് ക്രെഡിറ്റർക്ക്, ഇനി മുതൽ ഞാൻ ഈ കണ്ടിന്യൂയിങ് ഗ്യാരണ്ടിയിലില്ല, അല്ലെങ്കിൽ ഞാൻ എൻ്റെ ജാമ്യം പിൻവലിക്കുകയാണ്, ഇനി മുതൽ എനിക്ക് അങ്ങോട്ട് ഇയാളുടെ ലയബിലിറ്റി ഏറ്റെടുക്കാൻ സമ്മതമല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു നോട്ടീസ് ഷുവർട്ടി ആർക്ക് നൽകുന്നു? ക്രെഡിറ്റർക്ക് നൽകുന്നു. അപ്പോൾ ആ നോട്ടീസ് ക്രെഡിറ്റർ സ്വീകരിക്കുന്നത് മുതൽ പിന്നീട് അങ്ങോട്ടുള്ള ഡെപ്റ്ററുടെ ഒരു പ്രവർത്തനങ്ങൾക്കും ഷുവർട്ടിക്ക് ബാധ്യതയില്ല. രണ്ടാമതായി വരുന്നത് ഡെത്ത് ഓഫ് ഷുവർട്ടിയാണ്. നമ്മുടെ ഏതെങ്കിലും ഒരു എഗ്രിമെന്റിൽ കോൺട്രറി ആയി പറയുന്നില്ലെങ്കിൽ, ഒരു കണ്ടിന്യൂയിങ് ഗ്യാരണ്ടിയുടെ ഓപ്പറേറ്റിംഗ് ടൈമിൽ ഷുവർട്ടി മരിച്ചുപോയി എന്ന് വിചാരിക്കാം, അദ്ദേഹത്തിന്റെ മരണശേഷം ആ കണ്ടിന്യൂയിങ് ഗ്യാരണ്ടി ക്യാൻസൽ ചെയ്യപ്പെടും. അതല്ലെങ്കിൽ ഡെത്തിന് ശേഷം ഷുവർട്ടിക്ക് ബാധ്യതയില്ല. പിന്നെ വരുന്നത് നോവേഷൻ ആണ്. നോവേഷൻ എന്ന് പറയുമ്പോൾ സെക്ഷൻ 62-ലാണ് കോൺട്രാക്റ്റിന്റെ ക്യാൻസലേഷൻ അല്ലെങ്കിൽ റിവോക്കേഷന്റെ സമയത്ത് നമ്മൾ പഠിക്കുന്നതാണ്. നോവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രിയേഷൻ ഓഫ് എ ന്യൂ കോൺട്രാക്ട് ആണ്. When a new contract implemented or created by the same parties, their old agreement will be cancelled automatically. അതായത് ഒരേ സബ്ജക്റ്റ് മാറ്ററിനെ കുറിച്ച് ഒരേ വ്യക്തികൾക്കിടയിൽ പുതിയൊരു കരാർ രൂപീകരിക്കപ്പെടുകയാണെങ്കിൽ ആ പഴയ കരാർ അവിടെ ക്യാൻസൽ ചെയ്യപ്പെടും. അപ്പോൾ എന്തെങ്കിലും രീതിയിലുള്ള മാറ്റങ്ങൾ വരുത്താനോ അല്ലെങ്കിൽ ഏതെങ്കിലും വകുപ്പുകൾ കുറയ്ക്കാനോ കൂട്ടിച്ചേർക്കാനോ ഒക്കെ വേണ്ടിയാവും പുതിയൊരു എഗ്രിമെന്റ് ഉണ്ടാക്കുന്നത്. അപ്പോൾ പഴയ കോൺട്രാക്റ്റിൽ എന്ത് മാറ്റം വരുത്തിയാലും പുതിയ കോൺട്രാക്റ്റായി മാറും, പഴയ കോൺട്രാക്ട് ഓട്ടോമാറ്റിക്കലി ക്യാൻസൽ ചെയ്യപ്പെടും. അപ്പോൾ നോവേഷൻ ഓഫ് എഗ്രിമെന്റ്, ക്രിയേഷൻ ഓഫ് എ ന്യൂ എഗ്രിമെന്റ് വിൽ റിലീസ് ദ ഷുവർട്ടി ഫ്രം ഹിസ് ലയബിലിറ്റി ഓഫ് ഓൾഡ് എഗ്രിമെന്റ്. പുതിയൊരു കരാർ രൂപീകരിക്കപ്പെട്ടാൽ പഴയ കരാർ പ്രകാരമുള്ള ലയബിലിറ്റിയിൽ നിന്ന് നമ്മളുടെ ഷുവർട്ടിക്ക് റിലീസ് കിട്ടും. പിന്നെ രണ്ടാമത്തെ കാറ്റഗറിയാണ് ബൈ ദ കണ്ടക്ട് ഓഫ് ക്രെഡിറ്റർ. നമ്മളുടെ ക്രെഡിറ്ററുടെ ചില പ്രത്യേക സ്വഭാവ സവിശേഷതകൾ കൊണ്ട് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ കൊണ്ട് എന്ത് സംഭവിക്കുന്നു? ഷുവർട്ടിയുടെ ലയബിലിറ്റി ഇല്ലാതെയാവുന്നു. അതിൽ വരുന്നത് ആദ്യം സെക്ഷൻ 133 പ്രകാരം വാരിയൻസ് ഇൻ ടേംസ് ഓഫ് കോൺട്രാക്ട് ആണ്. നമ്മളുടെ ഷുവർട്ടിയും പ്രിൻസിപ്പൽ ഡെപ്റ്ററും ക്രെഡിറ്ററും ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു കരാറിൽ എന്തെങ്കിലും ചില വകുപ്പുകൾ ഷുവർട്ടി അറിയാതെ അവർ മാറ്റം വരുത്തുകയാണെങ്കിൽ ആ പഴയ കരാറിൽ നിന്ന് ഷുവർട്ടിക്ക് റിലീസ് കിട്ടും. ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ജനുവരി 1-ാം തീയതി എ എന്ന് പറയുന്ന ഒരാൾ ബി എന്ന് പറയുന്ന ഒരാൾക്ക് പണം കടം കൊടുക്കുന്നതിന് ഞാൻ ജാമ്യം നിൽക്കാം എന്നൊരാള് കൃത്യമായി എഗ്രിമെന്റിൽ പറയുന്നു. ജനുവരി 1-ാം തീയതി പണം കടം കൊടുക്കുന്നതിന്. പക്ഷെ ഈ ക്രെഡിറ്റർ ഓഗസ്റ്റ് 30-ാം തീയതിയാണ് പണം കടം കൊടുത്തത് എന്ന് വിചാരിക്കാം. ആ കടം കൊടുക്കുന്നതിന് നമ്മുടെ ഷുവർട്ടിക്ക് ബാധ്യതയില്ല. കാരണം ഇവരുടെ എഗ്രിമെന്റിൽ ഡേറ്റ് ഉണ്ടായിരുന്നത് ജനുവരി 1-ആണ്. ആ ടേം മാറ്റി ഇവർ ഓഗസ്റ്റ് 30 ആക്കി. അപ്പൊ ഏതെങ്കിലും ടേംസ് നമ്മുടെ ക്രെഡിറ്ററും ഷുവർട്ടിയും ഡെപ്റ്ററും കൂടി ഇൻക്ലൂഡഡ് ആവുന്ന കോൺട്രാക്റ്റിലെ ഏതെങ്കിലും ടേംസിൽ മാറ്റം വരുത്തിയാൽ ഷുവർട്ടിക്ക് അദ്ദേഹത്തിന്റെ ലയബിലിറ്റിയിൽ നിന്ന് ഡിസ്ചാർജ് കിട്ടും, പിന്നെ അയാൾക്ക് ബാധ്യതയില്ല. രണ്ടാമത്തെ കേസ് സെക്ഷൻ 134-ലാണ് പറയുന്നത് റിലീസ് ഓർ ഡിസ്ചാർജ് ഓഫ് ദ ഡെപ്റ്റർ.
നമ്മളുടെ ആ എഗ്രിമെന്റ് പ്രകാരം ഡെപ്റ്റർ ഡിഫോൾട്ട് വരുത്തുകയാണെങ്കിൽ ഷുവർട്ടി പേയ്മെന്റ് കൊടുക്കണമെന്നാണ്. അപ്പൊ ആ എഗ്രിമെന്റിൽ നിന്ന് പ്രിൻസിപ്പൽ ഡെപ്റ്റർ തന്നെ റിലീസ് ആയി കഴിഞ്ഞാൽ ആ എഗ്രിമെന്റ് പ്രകാരം ഡെപ്റ്റർക്ക് യാതൊരു ബാധ്യതയും ഇല്ല എന്നുള്ള അവസ്ഥ വന്നു കഴിഞ്ഞാൽ പിന്നെ ഷുവർട്ടിക്കും ബാധ്യതയില്ല. കാരണം ഡെപ്റ്റർ ഡിഫോൾട്ട് വരുത്തിയാലാണ് ഷുവർട്ടിക്ക് ബാധ്യത വരുന്നത്. പക്ഷെ ഡെപ്റ്ററെ തന്നെ നമ്മൾ അതിൽ നിന്ന് ആ കോൺട്രാക്റ്റിൽ നിന്ന് റിലീസ് ചെയ്തു എന്ന് വിചാരിക്കാം. ആ സാഹചര്യത്തിൽ ഷുവർട്ടിയും അദ്ദേഹത്തിന്റെ ലയബിലിറ്റിയിൽ നിന്ന് റിലീസ് ചെയ്യപ്പെടും. ഇപ്പൊ ഇതിൽ പറയുന്നുണ്ട് ഗുഡ്സ് സപ്ലൈഡിന്റെ ഒക്കെ കേസിൽ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ, ഇപ്പൊ അതായത് ഒരാളോട് ഒരു വീടിന്റെ കോൺട്രാക്ട് ഏൽപ്പിക്കുകയാണ്. അപ്പൊ അയാളോട് റെഗുലർ ആയി ടിമ്പർ സപ്ലൈ ചെയ്താൽ ഞാൻ വീട് നിർമ്മിച്ചു തരാമെന്ന് പറയും. വേറൊരാൾ ഗ്യാരണ്ടി നിൽക്കും. അപ്പൊ ഇയാൾ റെഗുലർ ആയി ടിമ്പർ സപ്ലൈ ചെയ്തില്ല. അപ്പൊ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. ആ പർട്ടിക്കുലർ പറഞ്ഞ സമയത്ത് ആ പർട്ടിക്കുലർ ഹൗസിന്റെ കൺസ്ട്രക്ഷൻ കഴിയില്ല. ഷുവർട്ടിക്ക് ജാമ്യം നിൽക്കേണ്ട ആവശ്യമില്ല, അദ്ദേഹത്തിന് ബാധ്യതയില്ല. അങ്ങനെയുള്ള കേസിലും അതായത് ഡെപ്റ്റർ തന്നെ റിലീസ് ചെയ്യപ്പെടുന്ന സമയത്ത് ഷുവർട്ടിക്കും അതിന്റെ ബാധ്യതയുണ്ടാവില്ല. മൂന്നാമതായി സെക്ഷൻ 135 പറയുന്നത് എനി അറേഞ്ച്മെന്റ് ബിറ്റ്വീൻ ഡെപ്റ്റർ ആൻഡ് ക്രെഡിറ്റർ. ഡെപ്റ്ററും ക്രെഡിറ്ററും തമ്മിൽ എന്തെങ്കിലും ഒരു അഡ്ജസ്റ്റ്മെന്റിൽ എത്താണ്, ആരുടെ അറിയിപ്പില്ലാതെ നമ്മുടെ ഷുവർട്ടിയോട് പറയാതെ, അല്ലെങ്കിൽ ഷുവർട്ടിക്കും അതിൽ നിന്ന് എന്തെങ്കിലും റിലീസ് കിട്ടുന്നത് പോലെ, അതായത് ഡെപ്റ്റർ പൈസ കടം കൊടുത്തത് തിരിച്ചടച്ചില്ലെങ്കിലും ക്രെഡിറ്റർ പറയണം ഞാൻ നിനക്കെതിരെ കേസിന് പോവില്ല കേട്ടോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്തെങ്കിലും ഒരു അഡ്ജസ്റ്റ്മെന്റിലൊക്കെ എത്തി അറേഞ്ച്മെന്റ് ഒക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ അവിടെ ഷുവർട്ടി റിലീസ് ചെയ്യപ്പെടും. കാരണം അതിന് ഷുവർട്ടി ബാധകമല്ല, അവർ തമ്മിൽ ഒരു അറേഞ്ച്മെന്റിൽ എത്തിച്ചേരുകയാണ്. എന്നാൽ ചില സമയത്ത് ഇപ്പോൾ മിയർ ഫോർബിയറൻസ് ബൈ ദ ക്രെഡിറ്റർ, എന്തെങ്കിലും ചെറിയൊരു രീതിയിലുള്ള, അപ്പോൾ 2 മാസത്തേക്ക് ഞാൻ കേസ് കൊടുക്കില്ല, അങ്ങനെയൊക്കെ ആണെങ്കിൽ ഷുവർട്ടിയുടെ ലയബിലിറ്റി ഒഴിവാവില്ല. 2 മാസം കഴിഞ്ഞ് അയാൾ കേസ് കൊടുക്കും. അപ്പോൾ ഡെപ്റ്റർ കൊടുത്തില്ലെങ്കിൽ ഷുവർട്ടി കൊടുക്കേണ്ടി വരും. എന്നാൽ ഞാൻ നിങ്ങൾക്കെതിരെ കേസൊന്നും കൊടുക്കുന്നില്ല, ഞാനത് എന്താണെന്ന് വെച്ചാൽ ചെയ്യാം, നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അടച്ചോളൂ എന്നൊക്കെ പറഞ്ഞിട്ട് ക്രെഡിറ്ററും ഡെപ്റ്ററും തമ്മിൽ ഒരു അറേഞ്ച്മെന്റിൽ എത്തുകയാണെങ്കിൽ ഷുവർട്ടിക്ക് പിന്നെ അവിടെ ബാധ്യതയില്ല. പിന്നെ വരുന്നത് ഏതാ? ബൈ ക്രെഡിറ്റേഴ്സ് ആക്ട് ഓർ ഒമീഷൻ ഇംപയറിംഗ് ഷുവർട്ടീസ് ഇവൻച്വൽ റെമഡി. ക്രെഡിറ്ററുടെ തന്നെ ചില പ്രവൃത്തി മൂലം നമ്മൾക്ക് ആ ഷുവർട്ടിക്ക് ബാധ്യത നിന്ന് അവരുടെ ആ ലയബിലിറ്റിയിൽ നിന്ന് ഒരു റിലീസ് കിട്ടുകയാണ്. അപ്പൊ ഇതിൽ സെക്ഷൻ 139 അത് പറയുന്നത്. ഇപ്പൊ ബി എന്ന് പറയുന്ന ഒരാൾ ഒരു ഷിപ്പ് ബിൽഡറാണ്. അയാള് ഒരു ഷിപ്പ് ബിൽഡ് ചെയ്യാം എന്ന് പറഞ്ഞ് ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്നു. ആർക്ക് വേണ്ടിയാണ്? സിക്ക് വേണ്ടിയാണ്. ഫോർ എ ഗിവൺ സം ടു ബി പെയ്ഡ് ബൈ ഇൻസ്റ്റാൾമെന്റ്സ് ആയിട്ട് അടച്ചാൽ മതി. അതിൽ ലാസ്റ്റ് ഇൻസ്റ്റാൾമെന്റ് പൈസ മുഴുവൻ തന്നിട്ട് അടച്ചാൽ മതി എന്നൊക്കെയായിരുന്നു എഗ്രിമെന്റ്. എ ആണ് അവിടെ ഷുവർട്ടി, സിക്ക് ഷുവർട്ടി ആയി നിന്നത്. പക്ഷേ ഈ എ അറിയാതെ, ഷുവർട്ടി അറിയാതെ തന്നെ ഇയാൾ ലാസ്റ്റ് ഇൻസ്റ്റാൾമെന്റും കൊടുത്തു. അത് കൊടുത്തത് എഗ്രിമെന്റിന് ഓപ്പോസിറ്റ് ആയിട്ടാണ്. അപ്പൊ ഷുവർട്ടിക്ക് പിന്നെ ബാധ്യതയില്ല. അയാൾ എന്താ പറഞ്ഞിരുന്നത്? ഇതിന് ഞാൻ ഗ്യാരണ്ടി നിൽക്കാം, പക്ഷെ ലാസ്റ്റ് ഇൻസ്റ്റാൾമെന്റ് എപ്പോ കൊടുത്താൽ മതി? കംപ്ലീഷൻ ഓഫ് ദ ഷിപ്പിന്റെ പണി മുഴുവൻ ആയി കഴിഞ്ഞതിന് ശേഷം മാത്രം നൽകിയാൽ മതി, അല്ലെങ്കിൽ കൊടുക്കണ്ട എന്നായിരുന്നു. പക്ഷെ ഇവര് ലാസ്റ്റ് ഇൻസ്റ്റാൾമെന്റ് നൽകി. അങ്ങനെയുള്ള സമയത്ത് എ ഈസ് നോട്ട് ലയബിൾ ടു ബി ഓൺ ഹിസ് ഗ്യാരണ്ടി. അപ്പൊ ക്രെഡിറ്റർ എന്തെങ്കിലും അയാളുടെ ഒരു പ്രവൃത്തി മൂലമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒമിഷൻ മൂലമോ ഇംപയറിംഗ് ഷുവർട്ടീസ് ഇവൻച്വൽ റെമഡി, ഷുവർട്ടിയുടെ ബാധ്യതയിൽ നിന്ന് അയാൾക്കൊരു റിലീസ് കിട്ടുന്ന രീതിയിലുള്ള പ്രവർത്തനമായി മാറുകയാണെങ്കിൽ ആ കേസിലും ഷുവർട്ടിക്ക് എന്തില്ല? അയാളുടെ വാക്ക് പാലിക്കേണ്ട ആവശ്യമില്ല, അല്ലെങ്കിൽ ഡെപ്റ്റർക്ക് വേണ്ടി ജാമ്യം നിൽക്കേണ്ട ആവശ്യമില്ല, പേയ്മെന്റ് നടത്തേണ്ട ആവശ്യമില്ല. ദെൻ അടുത്തതായി പറയുന്നത് ലോസ് ഓഫ് സെക്യൂരിറ്റി ആണ്. നമ്മൾ ഓരോ കോൺട്രാക്ട് ഓഫ് ഡെപ്റ്റ് എൻ്റർ ചെയ്യുമ്പോഴും നമ്മളുടെ ഡെപ്റ്റർ എന്തെങ്കിലും ഒരു സെക്യൂരിറ്റി, ചില സാഹചര്യങ്ങൾ എല്ലാ കേസിലും ഉണ്ടായിക്കൊള്ളണമെന്നില്ല, ഡെപ്റ്റർ എന്തെങ്കിലും ഒരു സെക്യൂരിറ്റി ക്രെഡിറ്റർക്ക് നൽകും. ചിലപ്പോൾ അത് എന്തെങ്കിലും പ്രോപ്പർട്ടി ആയിരിക്കാം, അല്ലെങ്കിൽ ഗോൾഡോ എന്തോ ആയിക്കോട്ടെ, എന്തെങ്കിലും ഒരു സെക്യൂരിറ്റി ആയി നൽകുന്നു. ആ സെക്യൂരിറ്റി ഭാഗികമായോ പൂർണ്ണമായോ ക്രെഡിറ്റർ നഷ്ടപ്പെടുത്തിയാൽ ആ എഗ്രിമെന്റിന്റെ ക്ലോസുകളൊക്കെ തെറ്റാണ്, അതിന്റെ വാലിഡിറ്റി പോവുകയാണ്. അപ്പോൾ ഷുവർട്ടിക്ക് പിന്നെ ആ കരാറില് ബാധ്യതയില്ല. ഇപ്പൊ സെക്ഷൻ 141 ലോസ് ഓഫ് സെക്യൂരിറ്റിയെ കുറിച്ച് പറയുന്നത്. ഇപ്പൊ എക്സാമ്പിൾ ആയിട്ട് ടെക്സ്റ്റിൽ പറയുന്നുണ്ട്, എ എന്ന് പറയുന്ന ആള് ആസ് ഷുവർട്ടി ഫോർ ബി
ബിക്ക് വേണ്ടിയിട്ട് ഷുവർട്ടി ജാമ്യം നിൽക്കുകയാണ്. മേക്സ് എ ബോണ്ട് ജോയിന്റ്ലി വിത്ത് ബി ടു സി. സിയോട് എയും ബിയും കൂടെ ഒരു ബോണ്ടിലെത്താണ് ടു സെക്യൂർ എ ലോൺ ഫ്രം സി ടു ബി. സിയിൽ നിന്ന് ബിക്ക് ഒരു ലോൺ കിട്ടണം. അതിനുവേണ്ടി എയും ബിയും ഒരു ബോണ്ടൊക്കെ എഴുതി കൊടുത്തു. ലേറ്റർ ഓൺ സി ഒബ്റ്റെയിൻസ് ഫ്രം ബി എ ഫർദർ സെക്യൂരിറ്റി ഫോർ ദ സെയിം ഡെബ്റ്റർ. ഇതേ കാര്യത്തിന് വേണ്ടി സി എന്ത് ചെയ്യാണ്? വീണ്ടും ഒരു സെക്യൂരിറ്റി വാങ്ങിക്കുകയാണ് ബിയിൽ നിന്ന്. സബ്സിക്വന്റ്ലി സി ഗിവ്സ് അപ്പ് ദ ഫർദർ സെക്യൂരിറ്റി. എ ഈസ് നോട്ട് എ ഡിസ്ചാർജ്. അപ്പൊ ഇതില് ആ ഒരു ഫർദർ സെക്യൂരിറ്റി വാങ്ങിയതിൽ ആ സെക്യൂരിറ്റി അയാൾ അങ്ങോട്ട് തന്നെ കൊടുക്കുകയോ ഉപേക്ഷിക്കുകയോ ചെയ്തു എന്ന് വിചാരിച്ചിട്ട് എക്ക് റിലീസ് കിട്ടില്ല. പക്ഷെ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ഷുവർട്ടിയുടെ സമ്മതമില്ലാതെ വിത്തൗട്ട് ദ കൺസെന്റ് ഓഫ് ഷുവർട്ടി ഇഫ് ദ സെക്യൂരിറ്റി ഈസ് ഡിസ്ചാർജ് ബൈ ദ ക്രെഡിറ്റർ ഷുവർട്ടി വിൽ ബി ഫ്രീ ഫ്രം ഹിസ് ലയബിലിറ്റി. അതായത് എന്തെങ്കിലും രീതിയിലുള്ള സെക്യൂരിറ്റി കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ഷുവർട്ടിയുടെ സമ്മതമില്ലാതെയാണ് തിരിച്ചു നൽകുന്നത് എങ്കിൽ, അല്ലെങ്കിൽ അത് അവരുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെടുന്നത് എങ്കിൽ നമ്മളുടെ ഷുവർട്ടിക്ക് ആ സെക്യൂരിറ്റിയുടെ അത്രയും എമൗണ്ട് ഈസ് ഡിസ്ചാർജ് ഫ്രം ലയബിലിറ്റി ടു ദ എക്സ്റ്റെൻഡ് ഓഫ് ദ വാല്യൂ ഓഫ് സെക്യൂരിറ്റി. ആ സെക്യൂരിറ്റിയുടെ അത്രയുമുള്ള ബാധ്യത നമ്മൾക്ക് കുറവായി കിട്ടും. അപ്പൊ അങ്ങനെ ക്രെഡിറ്ററുടെ പ്രവർത്തനങ്ങൾ മൂലം ഷുവർട്ടിക്ക് ഒരുപാട് ഡിസ്ചാർജുകൾ ഉണ്ടാവാറുണ്ട്, ലയബിലിറ്റിയിൽ നിന്ന് മോചനം കിട്ടാറുണ്ട്. ലാസ്റ്റിൽ വരുന്നത് ബൈ ദ ഇൻവാലിഡേഷൻ ഓഫ് കോൺട്രാക്ട്. ചില സാഹചര്യത്തിൽ ഡെപ്റ്ററുടെ പ്രവർത്തനം മൂലമാവില്ല, അല്ലെങ്കിൽ ക്രെഡിറ്ററുടെ അശ്രദ്ധ മൂലമാവില്ല, പുതിയ എഗ്രിമെന്റുകൾ ഉണ്ടാക്കിയിട്ടൊന്നും ആവില്ല, നമ്മളുടെ നിലവിലുള്ള കോൺട്രാക്റ്റിന്റെ വാലിഡിറ്റി നഷ്ടപ്പെടും. നമ്മൾ പറഞ്ഞിട്ടുണ്ട് സെക്ഷൻ 10 പ്രകാരം 10 എസെൻഷ്യൽസുമുള്ള കോൺട്രാക്ട് മാത്രമേ ലീഗലി വാലിഡ് കോൺട്രാക്ട് ആയി പരിഗണിക്കുള്ളൂ. അപ്പൊ ഏതെങ്കിലും തരത്തിൽ ഈ കോൺട്രാക്റ്റിന്റെ വാലിഡിറ്റി നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അവിടെ ഷുവർട്ടിയുടെ ലയബിലിറ്റിയും ഡിസ്ചാർജ് ചെയ്യപ്പെടും. അതിൽ വരുന്നത് ഒന്ന് ഒബ്റ്റെയിൻഡ് ബൈ മിസ് റെപ്രസെന്റേഷൻ. സെക്ഷൻ 142 പറയുന്നത് ഏതെങ്കിലും ഒരു കോൺട്രാക്ട് ഓഫ് ഗ്യാരണ്ടി നമ്മൾ ഷുവർട്ടിയെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടാണ് നമ്മൾ രൂപീകരിച്ചിട്ടുള്ളത് എന്ന് വിചാരിക്കാം. ആ മിസ് റെപ്രസെന്റേഷൻ പിന്നീട് ഷുവർട്ടി മനസ്സിലാക്കി കഴിഞ്ഞാൽ ആ കരാറിന്റെ വാലിഡിറ്റി നഷ്ടപ്പെടും. അപ്പൊ എല്ലായ്പ്പോഴും മെറ്റീരിയൽ ഫാക്ട്സ് മുഴുവൻ ഷുവർട്ടിയോട് തുറന്നു പറയണം. അങ്ങനെ മെറ്റീരിയൽ ഫാക്ട്സ് ഡിസ്ക്ലോസ് ചെയ്യാതെ, രണ്ടാമത്തെ കേസിൽ അതാണ് പറയുന്നത്, കൺസീൽമെന്റ് ഓഫ് മെറ്റീരിയൽ ഫാക്ട്. സെക്ഷൻ 143 പ്രകാരം ഏതെങ്കിലും മെറ്റീരിയൽ ഫാക്ട്സ് ഒളിപ്പിച്ചു വെച്ചുകൊണ്ടാണ് ഒരു വ്യക്തിയെ ഷുവർട്ടിയായി നമ്മൾ എഗ്രിമെന്റിൽ എൻ്റർ ചെയ്യിച്ചിട്ടുള്ളത് എങ്കിൽ ആ ഫാക്ട് മനസ്സിലായി കഴിയുമ്പോൾ അത് ആ കോൺട്രാക്റ്റിന്റെ വാലിഡിറ്റിയെ നഷ്ടപ്പെടുത്തും. അപ്പോൾ മിസ്റെപ്രസെന്റേഷൻ പാടില്ല, കൺസീൽമെന്റും പാടില്ല. പിന്നെ മൂന്നാമതായി പറയുന്നത് ഫെയിലർ ഓഫ് കോ-ഷുവർട്ടി. നമ്മളൊരു എഗ്രിമെന്റിൽ എൻ്റർ ചെയ്യുന്ന സമയത്ത് 2ഓ അതിലധികമോ ഷുവർട്ടികൾ ഉണ്ടാകുമ്പോഴാണ് കോ-ഷുവർട്ടീസ് വരുന്നത്. അപ്പൊ അതിൽ ഏതെങ്കിലും ഒരു കോ-ഷുവർട്ടി ആ എഗ്രിമെന്റിൽ എൻ്റർ ചെയ്യാൻ പരാജയപ്പെട്ടിട്ടുണ്ടെങ്കിൽ, നമ്മളുടെ ക്രെഡിറ്റർ അത് ഉറപ്പ് വരുത്തിയിട്ടില്ലെങ്കിൽ ബാക്കിയുള്ള ഷുവർട്ടീസിനും ബാധ്യത ഉണ്ടാവില്ല. 3 പേര് സൈൻ ചെയ്താലേ ആ കോൺട്രാക്ട് വാലിഡ് ആവുകയുള്ളൂ എങ്കിൽ ആ 3 പേരും അതിൽ സൈൻ ചെയ്തിട്ടുണ്ടായിരിക്കണം. അതല്ലെങ്കിൽ ബാക്കിയുള്ള 2 പേർക്കും, അതായത് ഏതെങ്കിലും ഒരു വ്യക്തി സൈൻ ചെയ്തിട്ടില്ലെങ്കിൽ ബാക്കിയുള്ള 2 പേർക്കും അതിന്റെ ലയബിലിറ്റി ഇല്ല. അപ്പൊ ഇത്രയുമാണ് ഡിസ്ചാർജ് ഓഫ് ഷുവർട്ടി ഫ്രം ലയബിലിറ്റി. അപ്പൊ യൂണിറ്റ് 9 കോൺട്രാക്ട് ഓഫ് ഇൻഡെംനിറ്റി ആൻഡ് കോൺട്രാക്ട് ഓഫ് ഗ്യാരണ്ടി ആണ് നമ്മൾ പഠിക്കുന്നത്.